ഹായ് എവരി വൺ, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു മാരത്തോൺ ക്ലാസ്സാണ് പോകുന്നത്. 2025 ജനുവരി 2025 ഡിസംബർ വരെ ബേസ് ചെയ്ത 12 മാസത്തെ അടിസ്ഥാനപ്പെടുത്തിയ ഒരു ക്ലാസ്സാണ്. കുറേയൊക്കെ ഏകദേശമൊക്കെ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാലൻസായിട്ട് വരുന്നത് മറ്റൊരു മാരത്തോണിൽ നമുക്ക് ഉൾപ്പെടുത്താം. എല്ലാവർക്കും എക്സാമിന് ഉപകാരപ്പെടുന്നൊരു ക്ലാസ് ആയിരിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ ക്ലാസ് മുന്നോട്ട് പോകാം. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തണം. നിങ്ങളിതൊക്കെ ഷെയർ ചെയ്യണം. ഷെയർ ചെയ്തിട്ട് നമ്മളോടൊപ്പം തന്നെ നിങ്ങൾ നിൽക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം. അന്നേരം ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ ആദ്യം ഈ കറണ്ട് അഫയേഴ്സിനെ നമ്മൾ കേരളം, ഇന്ത്യ, ലോകം എന്നിങ്ങനെ 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ക്ലാസ് പോകുന്നത്. അന്നേരം എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. അന്നേരം കേരള കറണ്ട് അഫയേഴ്സാണ് നമ്മൾ ആദ്യം പോകുന്നത്. നമുക്കറിയാം കേരളത്തിൽ 14 ജില്ലകളുണ്ട്. ആ 14 ജില്ലകളിൽ നിന്ന് വരുന്ന കറണ്ട് അഫയേഴ്സിനെ നമുക്ക് ആദ്യം, ഒരു എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സിനെ നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച പാസ്പോർട്ട് ഓഫീസിനുള്ള പുരസ്കാരം ലഭിച്ചത് കോഴിക്കോട് റീജിയണൽ പാസ്പോർട്ട് ഓഫീസാണ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച പാസ്പോർട്ട് ഓഫീസിനുള്ള പുരസ്കാരം ലഭിച്ചത് കോഴിക്കോട് റീജിയണൽ പാസ്പോർട്ട് ഓഫീസാണ്. നമുക്കറിയാം 2023 യുനെസ്കോയുടെ യുനെസ്കോ സാഹിത്യ നഗരമായി പ്രഖ്യാപിച്ചതും കോഴിക്കോടാണ്. 2023 യുനെസ്കോ സാഹിത്യ നഗരമായി പ്രഖ്യാപിച്ചതും കോഴിക്കോട് ആണ്. അത് ചോദ്യം വന്നിട്ടുള്ളതാണ്, PSC പരീക്ഷയ്ക്കൊക്കെ വന്നിട്ടുള്ളതാണ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച പാസ്പോർട്ട് ഓഫീസിനുള്ള പുരസ്കാരം ലഭിച്ചത് കോഴിക്കോട് റീജിയണൽ പാസ്പോർട്ട് ഓഫീസാണ്. അടുത്ത, കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ സാക്ഷരത നേടിയ നഗരസഭ ഏതെന്ന് ചോദിച്ചാൽ ശ്രീകണ്ഠപുരം, കണ്ണൂര്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ സാക്ഷരത നേടിയ നഗരസഭ എന്ന് വെച്ചാൽ മുനിസിപ്പാലിറ്റി ശ്രീകണ്ഠപുരം, കണ്ണൂര്. 26ാമത് സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി. 26ാമത് സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി തിരൂര്, മലപ്പുറം. തുഞ്ചത്തെഴുത്തച്ഛൻ്റെ സ്മാരകം, മലയാളം യൂണിവേഴ്സിറ്റിയൊക്കെ തിരൂരാണ്. കേരളത്തിലെ ആദ്യ ഭിന്നശേഷി സൗഹൃദ ഇൻഡോർ സ്റ്റേഡിയം നിലവിൽ വരുന്നത് ഒറ്റപ്പാലം, പാലക്കാട്. കേരളത്തിലെ ആദ്യ ഭിന്നശേഷി സൗഹൃദ ഇൻഡോർ സ്റ്റേഡിയം നിലവിൽ വരുന്നത് ഒറ്റപ്പാലം, പാലക്കാട്. കാർബൺ ന്യൂട്രൽ പുരസ്കാരം ലഭിച്ച കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് മീനങ്ങാടി, വയനാട്. കാർബൺ ന്യൂട്രൽ പുരസ്കാരം ലഭിച്ച കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് മീനങ്ങാടി, വയനാട്. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളായ ജില്ല 2025. ഇപ്പം 2026 സ്കൂൾ കലോത്സവം 2026 ജനുവരി മാസത്തിൽ തൃശ്ശൂർ ജില്ലയിലാണ് നടന്നത്. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം അത് നടന്നത് 2025. അതിൽ ജേതാക്കളായ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ ജേതാക്കളായ ജില്ല തൃശ്ശൂർ, 2ാം സ്ഥാനം പാലക്കാട്. എന്നാൽ 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി 2026. 64ാമതാണ് 2026 നടന്ന. അതിൻ്റെ വേദി തൃശ്ശൂർ. 64ാമത് സ്കൂൾ കലോത്സവത്തിൽ 1ാം സ്ഥാനം നേടിയ ജില്ല കണ്ണൂർ. 1ാം സ്ഥാനം ജേതാക്കളായ ജില്ല കണ്ണൂരാണ്. 2025 കേരളത്തിൽ നിന്നും ഭൗമസൂചിക പദവി ലഭിച്ച സുഗന്ധവ്യഞ്ജനം തലനാടൻ ഗ്രാമ്പു. 2025 കേരളത്തിൽ നിന്നും ഭൗമസൂചിക പദവി ലഭിച്ച സുഗന്ധവ്യഞ്ജനമാണ് തലനാടൻ ഗ്രാമ്പു, കോട്ടയം ജില്ല. ഭൗമസൂചിക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ ആദ്യ കരകൗശല ഉൽപ്പന്നം കണ്ണാടിപ്പായ. ഭൗമസൂചിക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ ആദ്യ കരകൗശല ഉൽപ്പന്നം കണ്ണാടിപ്പായ. ഇടുക്കി, തൃശ്ശൂർ, എറണാകുളം ജില്ലകളിലായിട്ടാണ് കണ്ണാടിപ്പായ നിർമ്മിക്കുന്നത്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ യൂണിറ്റ് ഡിസബിലിറ്റി ID രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ജില്ല കോഴിക്കോടാണ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ യൂണിക് ഡിസബിലിറ്റി ID പൂർത്തിയാക്കിയ ജില്ല കോഴിക്കോടാണ്.
ട്രാൻസ്ജെൻഡറുകൾക്ക് വേണ്ടി ആദ്യമായി ഹോസ്റ്റൽ അനുവദിച്ച യൂണിവേഴ്സിറ്റി MG യൂണിവേഴ്സിറ്റി കോട്ടയം. ട്രാൻസ്ജെൻഡറുകൾക്ക് വേണ്ടി ആദ്യമായിട്ട് പ്രത്യേക ഹോസ്റ്റൽ അനുവദിച്ച യൂണിവേഴ്സിറ്റി MG യൂണിവേഴ്സിറ്റി കോട്ടയമാണ്. ഇന്ത്യയിലെ ആദ്യ കാർബൺ സന്തുലിത കൃഷിഫാം പദവി ലഭിച്ചത് ഒക്കൽ വിത്തുൽപാദന കേന്ദ്രം എറണാകുളം. ഇന്ത്യയിലെ ആദ്യ കാർബൺ സന്തുലിത കൃഷിഫാം പദവി ലഭിച്ചത് ഒക്കൽ വിത്തുൽപാദന കേന്ദ്രം എറണാകുളം. കേരള സർക്കാർ രൂപീകരിച്ച വയോജന കമ്മീഷന്റെ അധ്യക്ഷൻ കെ സോമപ്രസാദ്. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളി വിജയികൾ വിയ്യപുരം ചുണ്ടൻ. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളി 2025 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളി വിജയികൾ വിയ്യപുരം ചുണ്ടൻ. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ പുന്നമടക്കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളി 2025 വിജയികൾ വിയ്യപുരം ചുണ്ടനാണ്. കേരളത്തിൽ ആദ്യമായി സമഗ്രമായ ജില്ലാ ജല ബജറ്റ് തയ്യാറാക്കുന്ന ജില്ല കണ്ണൂരാണ്. മുതിർന്ന പൗരന്മാർ നേരിടുന്ന പരാതികളും പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനായി സാമൂഹ്യനീതി വകുപ്പിൻ്റെ സമഗ്രമായ പദ്ധതിയാണ് വയോരക്ഷ. മുതിർന്ന പൗരന്മാർ നേരിടുന്ന പരാതികളും പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനായി സാമൂഹ്യനീതി വകുപ്പിൻ്റെ പുതിയ പദ്ധതിയാണ് വയോരക്ഷ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ IoT ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് അധിഷ്ഠിത ഗ്രാമപഞ്ചായത്താണ് കാട്ടാക്കട തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ IoT അധിഷ്ഠിത ഗ്രാമപഞ്ചായത്താണ് കാട്ടാക്കട തിരുവനന്തപുരം. ഇന്ത്യയിലെ പോലീസ്, ഫയർഫോഴ്സ്, ആംബുലൻസുകളുടെ സേവനങ്ങൾക്കായുള്ള ഏകീകൃത ഹെൽപ്പ് ലൈൻ നമ്പർ 112. ഇന്ത്യയിലെ പോലീസ്, ഫയർഫോഴ്സ്, ആംബുലൻസുകളുടെ സേവനങ്ങൾക്കായുള്ള ഏകീകൃത ഹെൽപ്പ് ലൈൻ നമ്പർ 112. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ അത്ലറ്റിക് കിരീടം നേടിയ ജില്ല മലപ്പുറം. ഇന്ത്യയിലെ ഡിജിറ്റൽ കുടുംബശ്രീ കോടതി ആരംഭിച്ചത് ശാസ്താംകോട്ട, കൊല്ലം. കോപ്പറേറ്റീവ് എക്സലൻസ് അവാർഡ് ലഭിച്ച ഇന്ത്യയിലെ ആദ്യ സഹകരണ സംഘം NS സഹകരണ ആശുപത്രി, കൊല്ലം. കോപ്പറേറ്റീവ് എക്സലൻസ് അവാർഡ് ലഭിച്ച ഇന്ത്യയിലെ ആദ്യ സഹകരണ സംഘം NS സഹകരണ ആശുപത്രി, കൊല്ലം. കേരളത്തിലെ ആദ്യ ഡിസൈൻ സൂ പുത്തൂർ സുവോളജിക്കൽ പാർക്ക്, തൃശ്ശൂർ. കേരളത്തിലെ ആദ്യത്തെ ഡിസൈൻ സൂ വരുന്നത് പുത്തൂർ സുവോളജിക്കൽ പാർക്ക്, തൃശ്ശൂർ. ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ് പദവി ലഭിച്ച കേരളത്തിലെ തുറമുഖം വിഴിഞ്ഞം തുറമുഖം. ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ് പദവി ലഭിച്ച കേരളത്തിലെ തുറമുഖം വിഴിഞ്ഞം തുറമുഖം. യുനെസ്കോയുടെ കരട് പൈതൃക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ പൈതൃക മേഖല വർക്കല കുന്നുകൾ. ഇന്ത്യൻ റിസർവ് പോലീസിൻ്റെ പുതിയ ബറ്റാലിയൻ സ്ഥാപിക്കുന്ന കേരളത്തിലെ സ്ഥലം കോട്ടുങ്കൽ, കൊട്ടാരക്കര, കൊല്ലം. ഇന്ത്യൻ റിസർവ് പോലീസിൻ്റെ പുതിയ ബറ്റാലിയൻ സ്ഥാപിക്കുന്ന കേരളത്തിലെ സ്ഥലം കോട്ടുങ്കൽ, കൊട്ടാരക്കരയ്ക്കടുത്തുള്ള സ്ഥലം കൊല്ലം. ഇന്ത്യൻ റിസർവ് പോലീസിൻ്റെ പുതിയ ബറ്റാലിയൻ സ്ഥാപിക്കുന്ന കേരളത്തിലെ സ്ഥലം കോട്ടുങ്കൽ, കൊട്ടാരക്കര, കൊല്ലം. അതായത് കേരളത്തിലെ ആദ്യ ഡിജിറ്റൽ സാക്ഷരത നേടിയ മുനിസിപ്പാലിറ്റിയും കൊട്ടാരക്കര, കൊല്ലമാണ്. കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരത നേടിയ മുനിസിപ്പാലിറ്റി ഏതെന്ന് ചോദിച്ചാൽ കൊട്ടാരക്കര, കൊല്ലമാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരത നേടിയ നിയമസഭാ മണ്ഡലം തളിപ്പറമ്പ്, കണ്ണൂരാണ്. കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരത നേടിയ നിയമസഭാ മണ്ഡലം ഏതെന്ന് ചോദിച്ചാൽ തളിപ്പറമ്പ്, കണ്ണൂരാണ്. എന്നാൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. നമുക്ക് കേരളത്തിൻ്റെ കറണ്ട് അഫയേഴ്സിൻ്റെ അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. കേരള പുരസ്കാരങ്ങൾ 2025. കേരള പുരസ്കാരങ്ങൾ 2025 നമ്മുടെ അടുത്ത ടോപ്പിക്ക്.
കേരള പുരസ്കാരങ്ങൾ എപ്പോഴും ചോദ്യം വരുന്നതാണ്. അതിലേറ്റവും ഉയർന്ന കേരള ജ്യോതി ഡോക്ടർ M.R. രാഘവ വാര്യർക്കാണ്. കേരള ജ്യോതി ഡോക്ടർ M.R. രാഘവ വാര്യർക്കാണ് കേരള ജ്യോതി പുരസ്കാരം കിട്ടിയത്. വിദ്യാഭ്യാസ മേഖലയിലെ സംഭാവനകൾക്കാണ്. M.R. രാഘവ വാര്യർ ചരിത്രകാരനും കൂടിയാണ്, ചരിത്ര അധ്യാപകനും കൂടിയാണ്. കേരള ജ്യോതി പുരസ്കാരം ഡോക്ടർ M.R. രാഘവ വാര്യർ വിദ്യാഭ്യാസ മേഖലയിലെ സംഭാവനകൾക്കാണ്. കേരളപ്രഭ P.B. അനീഷ് കാർഷികം, രാജശ്രീ വാര്യർ കല ആർട്ട്. കേരളപ്രഭ പുരസ്കാരം 2 പേർക്കാണ്. ഒന്ന് P.B. അനീഷ് കാർഷികം, രാജശ്രീ വാര്യർ കല. കേരളശ്രീ ഒന്ന് ശശികുമാർ മാധ്യമപ്രവർത്തകൻ, ഷഹാൽ ഹസൻ മുസലിയാർ വിദ്യാഭ്യാസം, M.K. വിമൽ ഗോവിന്ദ് സ്റ്റാർട്ടപ്പ്, അഭിലാഷ് ടോമി കായികം, ജിലുമോൾ മാരിയറ്റ് തോമസ് വിവിധ മേഖലകളിലെ പ്രവർത്തനം. ജിലുമോൾ മാരിയറ്റ് തോമസ്. അങ്ങനെ കേരള പുരസ്കാരങ്ങൾ മിക്കപ്പോഴും കറണ്ട് അഫയറിൽ ചോദ്യം വരുന്ന ഒന്നാണ്. അതിലേറ്റവും ഉയർന്നതാണ് കേരള ജ്യോതി. കേരള പുരസ്കാരങ്ങളിൽ 2025 കേരള ജ്യോതി പുരസ്കാരം നേടിയത് ഡോക്ടർ M.R. രാഘവ വാര്യർ. അദ്ദേഹം ചരിത്രകാരനാണ്, ചരിത്ര പ്രൊഫസറാണ്. വിദ്യാഭ്യാസ മേഖലയിലെ സംഭാവനകൾക്കാണ് അദ്ദേഹത്തിന് കേരള ജ്യോതി പുരസ്കാരം കിട്ടിയത്. അടുത്ത കേരളപ്രഭ 2 പേർക്ക് കിട്ടി. ഒന്ന് P.B. അനീഷ് കാർഷികം, 2 രാജശ്രീ വാര്യർ കല. കേരളശ്രീ മൊത്തം 5 കേരളശ്രീ കിട്ടിയത് ഒന്ന് ശശികുമാർ മാധ്യമപ്രവർത്തകൻ, 2 ഷഹാൽ ഹസൻ മുസലിയാർ വിദ്യാഭ്യാസം, 3 M.K. വിമൽ ഗോവിന്ദ് സ്റ്റാർട്ടപ്പ്, 4 അഭിലാഷ് ടോമി കായികം, 5 ജിലുമോൾ മാരിയറ്റ് തോമസ് വിവിധ മേഖലകളിലെ പ്രവർത്തനത്തിനാണ് ജിലുമോൾ മാരിയറ്റ് തോമസിന് ഇത് കേരളശ്രീ അവാർഡിന് പരിഗണിച്ചത്. അന്നേരം നമുക്ക് വീണ്ടും അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ആർദ്ര കേരള പുരസ്കാരമാണ് അടുത്ത. ആരോഗ്യ മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള 23-24 വർഷത്തിലെ ആർദ്ര കേരള പുരസ്കാരമാണ് 25 സമ്മാനിച്ചത്. ആർദ്ര കേരള പുരസ്കാരം ആരോഗ്യ മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള കേരള സർക്കാരിൻ്റെ അവാർഡാണ് ആർദ്ര കേരളം പുരസ്കാരം. 2023-24 കഴിഞ്ഞ ഒരു വർഷത്തെ ഇതാണ് പ്രവർത്തന മികവാണ് നോക്കുന്നത്. ഈ 2023-24 ആർദ്ര കേരള പുരസ്കാരം 2025 പ്രഖ്യാപിച്ചത്. 2025 പ്രഖ്യാപിച്ചത്. 10 ലക്ഷം രൂപയാണ് പുരസ്കാരത്തുക. പുരസ്കാരത്തുക എത്രയാണെന്ന് ചോദിച്ചാൽ 10 ലക്ഷം രൂപയാണ് പുരസ്കാരത്തുക. സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനം നേടിയത് ഒന്ന് ഗ്രാമപഞ്ചായത്ത് തലത്തിൽ, ഏറ്റവും മികച്ച ഗ്രാമപഞ്ചായത്ത് തലത്തിൽ വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത് പാലക്കാട്. ഗ്രാമപഞ്ചായത്ത് തലത്തിൽ വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത് പാലക്കാട്. ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ പള്ളുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് എറണാകുളം. ജില്ലാ പഞ്ചായത്ത് തലത്തിൽ മികച്ച ആർദ്ര കേരള പുരസ്കാരം നേടിയ മികച്ച ജില്ലാ പഞ്ചായത്ത് ഇടുക്കി. മുനിസിപ്പാലിറ്റി ഗുരുവായൂർ തൃശ്ശൂർ. മുനിസിപ്പൽ കോർപ്പറേഷൻ തിരുവനന്തപുരം. അതായത് ആരോഗ്യ മേഖലയിലെ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന അവാർഡാണ് ആർദ്ര കേരള പുരസ്കാരം. കേരള സർക്കാരിൻ്റെ പുരസ്കാരമാണ് ആർദ്ര കേരള പുരസ്കാരം. 2025 പ്രഖ്യാപിച്ചത്. 23-24 കാലഘട്ടത്തിൽ ആർദ്ര കേരള പുരസ്കാരമാണ്. ആർദ്ര കേരള പുരസ്കാരത്തിൽ മികച്ച ഗ്രാമപഞ്ചായത്ത് വെള്ളിനേഴി പാലക്കാട്, മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പള്ളുരുത്തി എറണാകുളം, മികച്ച ജില്ലാ പഞ്ചായത്ത് ഇടുക്കി, മികച്ച മുനിസിപ്പാലിറ്റി ഗുരുവായൂർ തൃശ്ശൂർ, മികച്ച മുനിസിപ്പൽ കോർപ്പറേഷൻ തിരുവനന്തപുരം. നമുക്ക് അടുത്ത കറണ്ട് അഫയറിൻ്റെ ചോദ്യം വരുന്ന ടോപ്പിക്കിലേക്ക് പോവാം. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 55ാം സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 55ാം സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമാണ്. മികച്ച സിനിമ മഞ്ഞുമ്മൽ ബോയ്സ്. മികച്ച സിനിമ 55ാം സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സിനിമ ഏതാണ്? മഞ്ഞുമ്മൽ ബോയ്സ്. മികച്ച സംവിധായകൻ ചിദംബരം എസ് പൊതുവാൾ. മഞ്ഞുമ്മൽ ബോയ്സ്. മികച്ച സംവിധായകൻ ചിദംബരം എസ് പൊതുവാൾ. മഞ്ഞുമ്മൽ ബോയ്സ്. മികച്ച സംവിധായകൻ ചിദംബരം എസ് പൊതുവാൾ. മഞ്ഞുമ്മൽ ബോയ്സ്. മികച്ച നടൻ മമ്മൂട്ടി ഭ്രമയുഗം. മികച്ച നടൻ മമ്മൂട്ടി ഭ്രമയുഗം.
മികച്ച നടി ഷംല ഹംസ, ഫെമിനിച്ചി ഫാത്തിമ. മികച്ച നടി ഷംല ഹംസ, സിനിമ ഫെമിനിച്ചി ഫാത്തിമ. സഹനടൻ സൗബിൻ ഷാഹിർ, മഞ്ഞുമൽ ബോയ്സ്. സിദ്ധാർത്ഥ് ഭരതൻ, ഭ്രമയുഗം. സഹനടി ലിജോമോൾ ജോസ്, നടന്ന സംഭവം. ജനപ്രിയ ചിത്രം പ്രേമലു. ജനപ്രിയ ചിത്രം പ്രേമലു. നവാഗത സംവിധായകൻ ഫാസിൽ മുഹമ്മദ്, ചിത്രം ഫെമിനിച്ചി ഫാത്തിമ. 55ാം കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ചോദ്യം വരാവുന്നതാണ്. 55ാം കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം. മികച്ച സിനിമ മഞ്ഞുമ്മൽ ബോയ്സ്. മികച്ച സിനിമ മഞ്ഞുമ്മൽ ബോയ്സ് ആണ്. മികച്ച സംവിധായകൻ ചിദംബരം എസ് പൊതുവാൾ. മികച്ച സംവിധായകൻ ചിദംബരം എസ് പൊതുവാൾ, ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ്. മികച്ച നടൻ മമ്മൂട്ടി. മികച്ച നടനാരെന്ന് ചോദിച്ചാൽ മമ്മൂട്ടി, ചിത്രം ഭ്രമയുഗം. മികച്ച നടൻ മമ്മൂട്ടി, ചിത്രം ഭ്രമയുഗം. മികച്ച നടി ഷംല ഹംസ, ചിത്രം ഫെമിനിച്ചി ഫാത്തിമ. മികച്ച സഹനടൻ സൗബിൻ ഷാഹിർ. മികച്ച സഹനടൻ സൗബിൻ ഷാഹിർ, ചിത്രം മഞ്ഞുമൽ ബോയ്സ്. മികച്ച സഹനടി ലിജോമോൾ ജോസ്, ചിത്രം നടന്ന സംഭവം. ജനപ്രിയ ചിത്രം പ്രേമലു. ജനപ്രിയ ചിത്രം ഏതാണ്? പ്രേമലു. നവാഗത സംവിധായകൻ ഫാസിൽ മുഹമ്മദ്, ചിത്രം ഫെമിനിച്ചി ഫാത്തിമ. വനിതാ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്കുള്ള പ്രത്യേക പുരസ്കാരം നേടിയത് പായൽ കപാഡിയ. മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം മമ്മൂട്ടി നേടുന്നത് 7ാം തവണയാണ്. മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം മമ്മൂട്ടി നേടുന്നത് 7ാം തവണയാണ്. ശ്രദ്ധിക്കണം, മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം മമ്മൂട്ടി നേടുന്നത് 7ാം തവണയാണ്. മഞ്ഞുമ്മൽ ബോയ്സിന് മൊത്തം 10 അവാർഡുകളാണ് ലഭിച്ചത്. മഞ്ഞുമ്മൽ ബോയ്സിന് മൊത്തം 10 അവാർഡുകളാണ് മഞ്ഞുമ്മൽ ബോയ്സിന് ലഭിച്ചത്. തെന്നിന്ത്യൻ നടനായ പ്രകാശ് രാജായിരുന്നു ജൂറി ചെയർമാൻ. തെന്നിന്ത്യൻ നടനായിരുന്ന പ്രകാശ് രാജായിരുന്നു ജൂറിയുടെ ചെയർമാൻ. അന്നേരം മികച്ച നടൻ മമ്മൂട്ടി, ചിത്രം ഭ്രമയുഗം. മികച്ച സിനിമ മഞ്ഞുമ്മൽ ബോയ്സ്. മികച്ച സിനിമ മഞ്ഞുമ്മൽ ബോയ്സ്. വീണ്ടും അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. ഇപ്പോൾ 15ാം കേരള നിയമസഭയാണുള്ളത്. 15ാം കേരള നിയമസഭയാണ് നിലവിലുള്ളത്, അല്ലേ? 15ാം കേരള നിയമസഭയാണ് നിലവിലുള്ളത്. ഇപ്പോൾ കേരളത്തിലെ മന്ത്രിമാരൊക്കെ കറണ്ട് അഫെയറിൽ ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. 15ാം കേരള നിയമസഭയാണ് നിലവിലുള്ളത്. 15ാം കേരള നിയമസഭയുടെ മന്ത്രിമാർ പിണറായി വിജയൻ, ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി. ശ്രീ പിണറായി വിജയൻ കേരള മുഖ്യമന്ത്രി. ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി. കെ രാജൻ റവന്യൂ മന്ത്രി, ലാൻഡ് റവന്യൂ. ശ്രീ കെ രാജൻ റവന്യൂ മന്ത്രി. ശ്രീ റോഷി അഗസ്റ്റിൻ ജലവിഭവ വകുപ്പ് മന്ത്രി. ശ്രീ റോഷി അഗസ്റ്റിൻ ജലവിഭവ വകുപ്പ് മന്ത്രി. ശ്രീ കെ കൃഷ്ണൻകുട്ടി വൈദ്യുത വകുപ്പ് മന്ത്രി. ശ്രീ കെ കൃഷ്ണൻകുട്ടി വൈദ്യുത വകുപ്പ് മന്ത്രി. ശ്രീ എ കെ ശശീന്ദ്രൻ വനം വന്യജീവി വകുപ്പ് മന്ത്രി. ശ്രീ എ കെ ശശീന്ദ്രൻ വനം വന്യജീവി വകുപ്പ് മന്ത്രി. ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി. ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി. ശ്രീ കെ ബി ഗണേഷ് കുമാർ റോഡ് ഗതാഗതം മോട്ടോർ വാഹനങ്ങൾ ജലഗതാഗതം. ശ്രീ കെ ബി ഗണേഷ് കുമാർ റോഡ് ഗതാഗതം മോട്ടോർ വാഹനങ്ങൾ ജലഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ കെ ബി ഗണേഷ് കുമാർ. നമുക്ക് ഒന്നുകൂടി ഇത്രയും നോക്കാം. ശ്രീ പിണറായി വിജയൻ കേരള മുഖ്യമന്ത്രി. ശ്രീ കെ രാജൻ റവന്യൂ വകുപ്പ് മന്ത്രി. ശ്രീ റോഷി അഗസ്റ്റിൻ ജലവിഭവ വകുപ്പ് മന്ത്രി. ശ്രീ കെ കൃഷ്ണൻകുട്ടി വൈദ്യുത വകുപ്പ് മന്ത്രി. ശ്രീ എ കെ ശശീന്ദ്രൻ വനം വന്യജീവി വകുപ്പ് മന്ത്രി. ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി. ശ്രീ കെ ബി ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ് മന്ത്രി. ശ്രീ കെ ബി ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ് മന്ത്രി. ശ്രീ വി അബ്ദുറഹിമാൻ സ്പോർട്സ് വഖഫ് പോസ്റ്റ് ടെലിഗ്രാഫ് റെയിൽവേ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി. സ്പോർട്സ് മന്ത്രി ശ്രീ വി അബ്ദുറഹിമാൻ. ശ്രീ അഡ്വക്കേറ്റ് ജി ആർ അനിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി. ശ്രീ കെ എൻ ബാലഗോപാൽ ധനകാര്യ വകുപ്പ് മന്ത്രി.
ശ്രീ KN ബാലഗോപാൽ ധനകാര്യ വകുപ്പ് മന്ത്രി. ശ്രീ ഡോക്ടർ ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. ഡോക്ടർ ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി. ശ്രീ ജെ ചിഞ്ചുറാണി മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി. ജെ ചിഞ്ചുറാണി മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി. മൃഗസംരക്ഷണം, ക്ഷീരവികസനം, ക്ഷീരസഹകരണ സ്ഥാപനങ്ങൾ ഒക്കെ ജെ ചിഞ്ചുറാണി. ശ്രീ MB രാജേഷ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി. ശ്രീ MB രാജേഷ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി. ശ്രീ അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ് ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി. മുഹമ്മദ് റിയാസ് ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി. ശ്രീ P പ്രസാദ് കൃഷി വകുപ്പ് മന്ത്രി. ശ്രീ P പ്രസാദ് കൃഷി വകുപ്പ് മന്ത്രി. ശ്രീ OR കേളു പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി. ശ്രീ OR കേളു പട്ടികജാതി പട്ടിക വകുപ്പ് പിന്നോക്കക്ഷേമ വിഭാഗ വകുപ്പ് മന്ത്രി. ശ്രീ P രാജീവ് നിയമവകുപ്പ് മന്ത്രി, വ്യവസായ വകുപ്പ് മന്ത്രി. വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ P രാജീവ്. നിയമവകുപ്പും കൈകാര്യം ചെയ്യുന്നത് ശ്രീ P രാജീവ്. അന്നേരം കേരളത്തിൻ്റെ നിലവിലെ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ P രാജീവ്. ശ്രീ V ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, തൊഴിൽ വകുപ്പ് മന്ത്രിയും ശ്രീ V ശിവൻകുട്ടി. ശ്രീ V ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസം തൊഴിൽ വകുപ്പ് മന്ത്രി. ശ്രീ VN വാസവൻ സഹകരണ വകുപ്പ് മന്ത്രി, ദേവസ്വം മന്ത്രി ശ്രീ VN വാസവൻ. സഹകരണ വകുപ്പ്, ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ. വീണ ജോർജ് ആരോഗ്യം വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി. വീണ ജോർജ് ആരോഗ്യം ശിശുവികസന വകുപ്പ് മന്ത്രി. ശ്രീ സജി ചെറിയാൻ ഫിഷറീസ് വകുപ്പ് മന്ത്രി. ശ്രീ സജി ചെറിയാൻ ഫിഷറീസ് വകുപ്പ് മന്ത്രി. കേരള ഗവർണർ, കേരളത്തിൻ്റെ നിലവിലെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. കേരളത്തിൻ്റെ നിലവിലെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. കേരളത്തിൻ്റെ നിലവിലെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. നിയമസഭാ സ്പീക്കർ AN ഷംസീർ. നിയമസഭാ സ്പീക്കർ AN ഷംസീർ. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരള ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. കേരളത്തിൻ്റെ നിയമസഭാ സ്പീക്കർ ശ്രീ AN ഷംസീർ. കേരളത്തിൻ്റെ ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിറ്റയം ഗോപകുമാർ. പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അന്നേരം നമുക്ക് വീണ്ടും അടുത്ത കേരളം പ്രധാന പദവികൾ എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് പോകാം. കേരളം പ്രധാന പദവികൾ. കേരളത്തിൻ്റെ നിലവിലെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. കേരള ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൗമൻ സെൻ. കേരള ഹൈക്കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ്, കേരള ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൗമൻ സെൻ. ജസ്റ്റിസ് സൗമൻ സെൻ. കേരളത്തിൻ്റെ നിലവിലെ ചീഫ് സെക്രട്ടറി ഡോക്ടർ A ജയതിലക്. കേരളത്തിൻ്റെ 50ാം ചീഫ് സെക്രട്ടറി. കേരളത്തിൻ്റെ നിലവിലെ ചീഫ് സെക്രട്ടറി ശ്രീ ഡോക്ടർ A ജയതിലക്. കേരളത്തിൻ്റെ നിലവിലെ ചീഫ് സെക്രട്ടറി ഡോക്ടർ A ജയതിലക്. കേരള പ്ലാനിംഗ് ബോർഡിൻ്റെ ഉപാധ്യക്ഷൻ ഡോക്ടർ VK രാമചന്ദ്രൻ. കേരള പ്ലാനിംഗ് ബോർഡിൻ്റെ ഉപാധ്യക്ഷൻ ഡോക്ടർ VK രാമചന്ദ്രൻ. കേരളത്തിൻ്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ, കേരളത്തിൻ്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ V ഹരി നായർ. കേരള DGP, കേരളത്തിൻ്റെ നിലവിലെ DGP ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്. കേരളത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് കേരളത്തിൻ്റെ DGP റവാഡ A ചന്ദ്രശേഖർ. ക്രമസമാധാന ചുമതലയുള്ള DGP റവാഡ A ചന്ദ്രശേഖർ. കേരളത്തിൻ്റെ അഡ്വക്കേറ്റ് ജനറൽ K ഗോപാലകൃഷ്ണക്കുറുപ്പ്. കേരളത്തിൻ്റെ അഡ്വക്കേറ്റ് ജനറൽ K ഗോപാലകൃഷ്ണക്കുറുപ്പ്. കേരളത്തിൻ്റെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ TA ഷാജി. നിലവിലെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാൻ, നിലവിലെ കേരള PSC ചെയർമാൻ ഡോക്ടർ MR ബൈജു. നിലവിലെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാൻ ഡോക്ടർ MR ബൈജു. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ, എപ്പോഴും ശ്രദ്ധിക്കണം, സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പ് നടത്തുന്നതാണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ. പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പ് നടത്തുന്നതാണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ. കേരളത്തിൻ്റെ നിലവിലെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ A ഷാജഹാൻ. കേരളത്തിൻ്റെ നിലവിലെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ A ഷാജഹാൻ. കേരളത്തിൻ്റെ ചീഫ് ഇലക്ട്രൽ ഓഫീസർ രത്തൻ U കേൽക്കർ. ചീഫ് ഇലക്ട്രൽ ഓഫീസർ രത്തൻ
യു കേൽക്കർ. കേരളത്തിൻ്റെ നിലവിലെ ലോകായുക്ത ജസ്റ്റിസ് എൻ അനിൽകുമാർ. നിലവിലെ ലോകായുക്ത ജസ്റ്റിസ് എൻ അനിൽകുമാർ. കേരള വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷ, കേരള വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ, കേരള വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ പി സതീദേവി. കേരള വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ പി സതീദേവി. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. നമുക്ക് ഇനി ചോദ്യം വരുന്ന അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം. 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം. ഈ 2025 ഇത് പ്രഖ്യാപിച്ചത്. 23 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ലഭിച്ചത് മലയാള സിനിമാ നടൻ മോഹൻലാലിന്. 2023 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് 25 ഇത് പ്രഖ്യാപിച്ചത്. ലഭിച്ചത് മോഹൻലാലിന്, മലയാള സിനിമാ നടൻ മോഹൻലാലിന്. 1969 ഈ പുരസ്കാരം ഏർപ്പെടുത്തിയത്. ദാദാ സാഹിബ് പുരസ്കാരം ഏർപ്പെടുത്തിയത് 1969 ഈ പുരസ്കാരം ഏർപ്പെടുത്തിയത്. ഈ പുരസ്കാരം നേടുന്ന രണ്ടാമത്തെ മലയാളിയാണ് മോഹൻലാൽ. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടുന്ന രണ്ടാമത്തെ മലയാളിയാണ് മോഹൻലാൽ. ആദ്യം ദാദാ സാഹിബ് പുരസ്കാരം നേടിയ ആദ്യ മലയാളി അടൂർ ഗോപാലകൃഷ്ണനാണ്. 2004 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടുന്ന ആദ്യ മലയാളി അടൂർ ഗോപാലകൃഷ്ണനാണ്. 2004 സ്വർണ്ണ കമലവും 10 ലക്ഷം രൂപയും പൊന്നാടയും അടങ്ങുന്നതാണ് പുരസ്കാരം. സ്വർണ്ണ കമലവും 10 ലക്ഷം രൂപയും പൊന്നാടയും അടങ്ങുന്നതാണ് പുരസ്കാരം. സ്വർണ്ണ കമലവും 10 ലക്ഷം രൂപയും പൊന്നാടയും അടങ്ങുന്നതാണ് പുരസ്കാരം. 2025 പ്രഖ്യാപിച്ച ദാദാ സാഹിബ് പുരസ്കാരം 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരമാണ്. സിനിമാ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന അവാർഡാണ് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം. 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം 25 പ്രഖ്യാപിച്ച ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയത് മലയാള സിനിമാ നടൻ മോഹൻലാലാണ്. 1969 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ഏർപ്പെടുത്തിയത്. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടുന്ന രണ്ടാമത്തെ മലയാളിയാണ് മോഹൻലാൽ. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടുന്ന ആദ്യ മലയാളി അടൂർ ഗോപാലകൃഷ്ണനാണ്. 2004 സ്വർണ്ണ കമലവും 10 ലക്ഷം രൂപയും പൊന്നാടയും അടങ്ങുന്നതാണ് ഈ പുരസ്കാരം. സ്വർണ്ണ കമലവും 10 ലക്ഷം രൂപയും പൊന്നാടയും അടങ്ങുന്നതാണ് ഈ പുരസ്കാരം. അന്നേരം കേരളത്തിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നൊരു ടോപ്പിക്കാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അടുത്ത ടോപ്പിക്ക് കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ. കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ റസൂൽ പൂക്കുട്ടിയാണ്. കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനാണ് റസൂൽ പൂക്കുട്ടി. കേരള സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ കെ സച്ചിദാനന്ദനാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ കെ സച്ചിദാനന്ദനാണ്. 1956 കേരള സാഹിത്യ അക്കാദമി രൂപം കൊണ്ടത്. 1956 കേരള സാഹിത്യ അക്കാദമി രൂപം കൊണ്ടത്. കേരള സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ കെ സച്ചിദാനന്ദൻ ആണ്. കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം തൃശ്ശൂരാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം തൃശ്ശൂരാണ്. കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ്. കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ്. കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ്. കേരള സംഗീത നാടക അക്കാദമി ഉദ്ഘാടനം ചെയ്തത് 1958 കേരള സംഗീത നാടക അക്കാദമി ഉദ്ഘാടനം ചെയ്തത് 1958 കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ്. കേരള സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം തൃശ്ശൂരാണ്. കേരള ലളിതകലാ അക്കാദമിയുടെ ചെയർമാൻ മുരളി ചീരോത്താണ്. കേരള ലളിതകലാ അക്കാദമിയുടെ ചെയർമാൻ മുരളി ചീരോത്താണ്. കേരള ലളിതകലാ അക്കാദമിയുടെ ചെയർമാൻ മുരളി ചീരോത്താണ്. കേരള ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം തൃശ്ശൂരാണ്. കേരള ലളിതകലാ അക്കാദമി സ്ഥാപിതമായത് 1962 കേരള ലളിതകലാ അക്കാദമി സ്ഥാപിതമായത് 1962 ഇനി കേരളത്തിൽ പുതിയതായി രൂപീകരിച്ച വയോജന കമ്മീഷൻ.
ഇന്ത്യയിൽ തന്നെ ഇങ്ങനൊരു സംരംഭം ആദ്യമായിട്ടാണ്. കേരളത്തിൽ രൂപീകരിച്ച വയോജന കമ്മീഷൻ കേരള വയോജന കമ്മീഷൻ ആക്ട് 2025 സീനിയർ സിറ്റിസൺ ആക്ട്, കേരള വയോജന കമ്മീഷൻ ആക്ട് 2025 കേരളത്തിൽ രൂപീകരിച്ച വയോജന കമ്മീഷൻ്റെ ചെയർമാൻ കെ സോമപ്രസാദാണ്. കേരളത്തിൽ രൂപീകരിച്ച വയോജന കമ്മീഷൻ്റെ ചെയർമാൻ കെ സോമപ്രസാദാണ്. 2025 മാർച്ചിലാണ് വയോജന കമ്മീഷൻ സ്ഥാപിതമായത്. 2025 മാർച്ചിലാണ് വയോജന കമ്മീഷൻ സ്ഥാപിതമായത്. 2025 മാർച്ചിലാണ് വയോജന കമ്മീഷൻ സ്ഥാപിതമായത്. ഒരു ചെയർപേഴ്സണും 4 അംഗങ്ങളുമാണ് വയോജന കമ്മീഷനിലുള്ളത്. ഒരു ചെയർമാനും അല്ലെങ്കിൽ ഒരു ചെയർപേഴ്സണും 4 അംഗങ്ങളുമാണ് വയോജന കമ്മീഷനിലുള്ളത്. ചെയർപേഴ്സൻ്റെ അംഗങ്ങളുടെയും കാലാവധി 3 വർഷമാണ്. കേരള സംസ്ഥാന വയോജന കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ കെ സോമപ്രസാദ്. കേരളത്തിലെ മുന്നോക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള കമ്മീഷൻ്റെ ചെയർമാൻ, കേരളത്തിലെ മുന്നോക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള കമ്മീഷൻ്റെ ചെയർമാൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരാണ്. കേരളത്തിലെ മുന്നോക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള കമ്മീഷൻ്റെ ചെയർമാൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരാണ്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ഡോക്ടർ ജഗതി രാജ് VP ആണ്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ഡോക്ടർ ജഗതി രാജ് VP ആണ്. കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഇന്ത്യയിലെ 15ാമത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം കൊല്ലമാണ്. 2020ലാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കൊല്ലത്ത് സ്ഥാപിതമായത്. 2020ലാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കൊല്ലത്ത് സ്ഥാപിതമായത്. ഇന്ത്യയിലെ 15ാമത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയും കേരളത്തിലെ ആദ്യ ഓപ്പൺ യൂണിവേഴ്സിറ്റിയും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവായ ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിലുള്ളതാണ് കേരളത്തിലെ ആദ്യ ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഓക്കെ, നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവസാഹിത്യ പുരസ്കാരം ലഭിച്ച മലയാളി. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവസാഹിത്യ പുരസ്കാരം ലഭിച്ച മലയാളി അഖിൽ പി ധർമ്മജൻ. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവസാഹിത്യ പുരസ്കാരം ലഭിച്ച മലയാളി അഖിൽ പി ധർമ്മജൻ. റാം കെയർ ഓഫ് ആനന്ദി. നമ്മൾ പലപ്പോഴും PSC പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ടല്ലോ, റാം കെയർ ഓഫ് ആനന്ദി ആരുടെ കൃതിയാണ്? അഖിൽ പി ധർമ്മജൻ. ഒരു ട്രാൻസ്ജെൻഡറുടെ ജീവിതകഥ പറയുന്ന കൃതിയാണ് റാം കെയർ ഓഫ് ആനന്ദി, അല്ലേ? മല്ലി, രേഷ്മ, ബിനീഷ് എന്നിവരൊക്കെ കഥാപാത്രങ്ങളായി വരുന്ന കൃതിയാണ് റാം കെയർ ഓഫ് ആനന്ദി. അതുകൂടാതെ മെർക്കുറി ഐലൻഡ് എന്ന കൃതിയും അഖിൽ പി ധർമ്മജൻ്റെ കൃതിയാണ്. രാത്രി 12-ന് ശേഷം എന്ന കൃതിയും അഖിൽ പി ധർമ്മജൻ്റെ കൃതിയാണ്. എന്നിട്ട് 2025 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ സാഹിത്യ പുരസ്കാരം നേടിയത് അഖിൽ പി ധർമ്മജൻ, റാം കെയർ ഓഫ് ആനന്ദി. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം നേടിയതാര്? 2025 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം നേടിയതാര്? ശ്രീജിത്ത് മൂത്തേടത്ത് പെൻഗിനുകളുടെ വൻകരയിൽ എന്ന കൃതിക്ക്. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം നേടിയത് ശ്രീജിത്ത് മൂത്തേടത്ത് പെൻഗിനുകളുടെ വൻകരയിൽ എന്ന കൃതി. 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മികച്ച നോവൽ. 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മികച്ച നോവൽ ആനോ. ആ നോവൽ GR ഇന്ദുഗോപൻ്റെ നോവലാണ്. 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മികച്ച നോവൽ ഏതാണെന്ന് ചോദിച്ചാൽ ആനോ, GR ഇന്ദുഗോപൻ്റെ നോവലാണ് ആനോ. 2024 കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് നേടിയ മികച്ച നോവൽ ആനോ, GR ഇന്ദുഗോപൻ്റെ നോവലാണ് ആനോ. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അടുത്ത ഹരിവരാസനം പുരസ്കാരമാണ്.
1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവുമാണ് ഹരിവരാസനം പുരസ്കാരം. 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 2012 ഹരിവരാസനം പുരസ്കാരം ഏർപ്പെടുത്തുന്നത്. 2012 ഹരിവരാസനം പുരസ്കാരം ഏർപ്പെടുത്തുന്നത്. 2012 ആദ്യമായിട്ട് ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് KJ യേശുദാസിനാണ്. 2012 ആദ്യമായിട്ട് ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് KJ യേശുദാസിനാണ്. 2024 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് PK വീരമണിദാസനാണ്. 2024 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് PK വീരമണിദാസനാണ്. 2025 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് കൈതപ്പടം ദാമോദരൻ നമ്പൂതിരിക്കാണ്. 2025 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് കൈതപ്പടം ദാമോദരൻ നമ്പൂതിരിക്കാണ്. 2026 ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് പ്രഖ്യാപിച്ച 2026 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് തിരുവിഴ ജയശങ്കറാണ്. തിരുവിഴ ജയശങ്കർ നാദസ്വര വിദ്വാനാണ്. തിരുവിഴ ജയശങ്കർ 2026 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് തിരുവിഴ ജയശങ്കറാണ്. അദ്ദേഹം നാദസ്വര വിദ്വാനാണ് തിരുവിഴ ജയശങ്കർ. നമുക്ക് ഹരിവരാസനം പുരസ്കാരം ഒന്നുകൂടെ നോക്കാം. ഹരിവരാസനം പുരസ്കാരം ഏർപ്പെടുത്തിയത് 2012 2012 ആദ്യമായിട്ട് ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് KJ യേശുദാസിനാണ്. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവുമാണ് ഹരിവരാസനം പുരസ്കാരം. 2024 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് PK വീരമണിദാസനാണ്. 2024 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് PK വീരമണിദാസൻ. 2025 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് കൈതപ്പടം ദാമോദരൻ നമ്പൂതിരി. 2026 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് തിരുവിഴ ജയശങ്കർ. 2026 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് തിരുവിഴ ജയശങ്കർ നാദസ്വര വിദ്വാൻ. വയലാർ അവാർഡ് 2025 വയലാർ അവാർഡ് 2025 നൽകിയ വയലാർ അവാർഡ് 49ാം വയലാർ അവാർഡാണ്. 2025 നൽകിയത് 49ാം വയലാർ അവാർഡാണ്. 2025 49ാം വയലാർ അവാർഡ് ലഭിച്ചത് E. സന്തോഷ് കുമാർ തപോമയിയുടെ അച്ഛൻ എന്ന നോവലിന്. 2025 49ാം വയലാർ അവാർഡ് ലഭിച്ചത് E. സന്തോഷ് കുമാർ തപോമയിയുടെ അച്ഛൻ എന്ന നോവലിന്. 2025 49ാം വയലാർ അവാർഡ് ലഭിച്ചത് E. സന്തോഷ് കുമാറിന് തപോമയിയുടെ അച്ഛൻ എന്ന നോവലിന്. കുടിയേറ്റം പശ്ചാത്തലമാക്കിയ നോവലാണ് തപോമയിയുടെ അച്ഛൻ. ഗോപാൽ ബറുവ, തപോമയി എന്നിവരാണ് മുഖ്യ കഥാപാത്രങ്ങൾ. ഗോപാൽ ബറുവ, തപോമയി എന്നിവരാണ് മുഖ്യ കഥാപാത്രങ്ങൾ. കുടിയേറ്റം പശ്ചാത്തലമാക്കിയ കൃതിയാണ് തപോമയിയുടെ അച്ഛൻ. 2024 വയലാർ അവാർഡ് 2024 48ാം വയലാർ അവാർഡ് നേടിയത് അശോകൻ ചരുവിൽ, മുൻ PSC അംഗമായ അശോകൻ ചരുവിലിനാണ്. 2024 48ാം വയലാർ അവാർഡ് കാട്ടൂർക്കടവ് എന്ന നോവലിന്. അശോകൻ ചെരുവിലിൻ്റെ മറ്റ് കൃതികളാണ് സൂര്യകാന്തികളുടെ നഗരം, കാട്ടൂർക്കടവിലെ ക്രൂരകൃത്യം, ക്ലാർക്കുമാരുടെ ജീവിതം തുടങ്ങിയവ അശോകൻ ചെരുവിലിൻ്റെ കൃതികളാണ്. അതായത് കാട്ടൂർക്കടവിലെ ക്രൂരകൃത്യം, ക്ലാർക്കുമാരുടെ ജീവിതം, സൂര്യകാന്തികളുടെ നഗരം എന്നിവ അശോകൻ ചെരുവിലിൻ്റെ കൃതികളാണ്. 2024 വയലാർ പുരസ്കാരം അശോകൻ ചരുവിൽ. അടുത്ത എഴുത്തച്ഛൻ പുരസ്കാരം 2025 എഴുത്തച്ഛൻ പുരസ്കാരം 2025 എഴുത്തച്ഛൻ പുരസ്കാരം KG ശങ്കരപ്പിള്ളയ്ക്കാണ്. 2025 എഴുത്തച്ഛൻ പുരസ്കാരം KG ശങ്കരൻപിള്ളയ്ക്കാണ്. 2025 എഴുത്തച്ഛൻ പുരസ്കാരം KG ശങ്കരപ്പിള്ളയ്ക്കാണ്. ബംഗാൾ, അയോധ്യ തുടങ്ങിയ കൃതികൾ രചിച്ചത് KG ശങ്കരപ്പിള്ളയാണ്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവനാണ്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് NS മാധവനാണ്. ഹിഗിറ്റ, ലണ്ടൻ ബത്തേരിയിലെ ലുത്തിനിയകൾ എന്നിവയൊക്കെ എഴുതിയ NS മാധവനാണ് 2024 എഴുത്തച്ഛൻ പുരസ്കാരം. അന്നേരം നമുക്ക് 2023 എഴുത്തച്ഛൻ പുരസ്കാരം പ്രൊഫസർ SK വസന്തനാണ് 2023 എഴുത്തച്ഛൻ പുരസ്കാരം. നമുക്ക് ഒന്നുകൂടെ നോക്കാം. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ സാഹിത്യ പുരസ്കാരം നേടിയത് അഖിൽ P. ധർമ്മജൻ. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ സാഹിത്യ പുരസ്കാരം നേടിയത് അഖിൽ P. ധർമ്മജൻ. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ സാഹിത്യ പുരസ്കാരം നേടിയത് അഖിൽ P. ധർമ്മജൻ.
2025 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം നേടിയത് ശ്രീജിത്ത് മൂത്തേടത്ത് പെൻഗിനികളുടെ വൻകരയിൽ എന്ന കൃതി. 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മികച്ച നോവൽ. 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മികച്ച നോവൽ ആനോ എന്ന നോവൽ GR ഇന്ദുഗോപൻ്റെ നോവലാണ്. ഹരിവരാസനം പുരസ്കാരം 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവുമാണ്. ഹരിവരാസനം പുരസ്കാരം 2012 ഏർപ്പെടുത്തിയത്. 2012 KJ യേശുദാസിനാണ് ഹരിവരാസനം പുരസ്കാരം. 2024 ഹരിവരാസനം പുരസ്കാരം PK വീരമണിദാസൻ. 2025 കൈതപ്പടം ദാമോദരൻ നമ്പൂതിരി. 2026 ഹരിവരാസനം പുരസ്കാരം തിരുവിഴ ജയശങ്കർ നാദസ്വരം. വയലാർ അവാർഡ് 2025 വയലാർ അവാർഡ് E സന്തോഷ് കുമാർ തപോമയുടെ അച്ഛൻ എന്ന കൃതിക്ക് 49ാം വയലാർ അവാർഡാണ് 25 സമ്മാനിച്ചത്. 2025 എഴുത്തച്ഛൻ പുരസ്കാരം KG ശങ്കരപ്പിള്ളയ്ക്ക്. ബംഗാൾ എന്ന പ്രശസ്തമായ കവിത രചിച്ചത് KG ശങ്കരപ്പിള്ള. 2024 എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവൻ. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ആർക്ക്? NS മാധവൻ. ഹിഗിറ്റ, ലന്തൻ ബത്തേഡിയിലെ ലുത്തിനിയകൾ എന്നീ കൃതികൾ രചിച്ചത് NS മാധവൻ. 2023 എഴുത്തച്ഛൻ പുരസ്കാരം പ്രൊഫസർ SK വസന്തൻ. 2023 എഴുത്തച്ഛൻ പുരസ്കാരം പ്രൊഫസർ SK വസന്തൻ. കാലം സാക്ഷി എന്ന നോവൽ രചിച്ചത് പ്രൊഫസർ SK വസന്തൻ. പക്ഷെ കാലം സാക്ഷി ആരുടെ ആത്മകഥാപരമായ കൃതിയാണെന്ന് ചോദിച്ചാൽ ഉമ്മൻചാണ്ടി. കാലം സാക്ഷി എന്ന നോവൽ SK വസന്തൻ. അന്നേരം നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലേക്ക് കടക്കാം. ലോകവുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സിൻ്റെ പ്രതീക്ഷിക്കാവുന്ന ചില ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഏതൊക്കെ രാജ്യങ്ങളുടെ പരമോന്നത ബഹുമതികളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് 2025 ലഭിച്ചത്? ഏതൊക്കെ രാജ്യങ്ങളുടെ പരമോന്നത ബഹുമതികളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് 2025 ലഭിച്ചത്? 1 ബ്രസീലിൻ്റെ പരമോന്നത ബഹുമതി, 2 നമീബിയയുടെ പരമോന്നത ബഹുമതി. അന്നേരം 2025 ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച പരമോന്നത ബഹുമതികൾ ഏതെല്ലാം രാജ്യത്തിൻ്റേതാണ്? 1 ബ്രസീൽ, 2 നമീബിയ. ഇന്ത്യൻ പ്രധാനമന്ത്രി ചാൻസലറാകുന്ന യൂണിവേഴ്സിറ്റിയാണ് വിശ്വഭാരതി യൂണിവേഴ്സിറ്റി. ഇന്ത്യൻ പ്രധാനമന്ത്രി ഏത് യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറാണെന്ന് ചോദിച്ചാൽ വിശ്വഭാരതി യൂണിവേഴ്സിറ്റി. രവീന്ദ്രനാഥ ടാഗോർ 1921 സ്ഥാപിച്ച യൂണിവേഴ്സിറ്റിയാണ് വിശ്വഭാരതി. കൽക്കട്ടയിലാണ് വിശ്വഭാരതി. പശ്ചിമ ബംഗാൾ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ് വിശ്വഭാരതി. വിശ്വഭാരതി യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. 2025 പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ച രാജ്യം. 2025 പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ച രാജ്യം ഫ്രാൻസാണ്. 2025 പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ച രാജ്യം ഫ്രാൻസാണ്. അടുത്തിടെ ഏത് രാജ്യമാണ് യൂറോ കറൻസിയാക്കിയത്? എന്നിട്ട് നമ്മുടെ അടുത്ത ചോദ്യം, അടുത്തിടെ ഏത് രാജ്യമാണ് യൂറോ കറൻസിയാക്കിയത്? ആൻസർ ബൾഗേറിയ. അടുത്ത ചോദ്യം, വിഫ ചുഴലിക്കാറ്റ് വീശിയ രാജ്യം ഏത്? വിഫ ചുഴലിക്കാറ്റ് വീശിയ രാജ്യം ചൈനയാണ്. വിഫ ചുഴലിക്കാറ്റ് വീശിയ രാജ്യം ഏതാണ്? ചൈന. വിഫ ചുഴലിക്കാറ്റ് വീശിയ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ചൈനയാണ്. അടുത്ത ചോദ്യം, 2026 ഐക്യരാഷ്ട്രസഭ UNO ഏതെല്ലാം വർഷങ്ങളായിട്ടാണ് ആചരിക്കുന്നത്? 2026 ഐക്യരാഷ്ട്രസഭ ഏതെല്ലാം വർഷങ്ങളായിട്ടാണ് ആചരിക്കുന്നത്? 1 വനിതാ കർഷകരുടെ അന്താരാഷ്ട്ര വർഷം. 1 വനിതാ കർഷകരുടെ അന്താരാഷ്ട്ര വർഷം. 2 മേച്ചിൽപ്പുറങ്ങളുടെയും ഇടയന്മാരുടെയും വർഷം. മേച്ചിൽപ്പുറങ്ങളുടെയും ഇടയന്മാരുടെയും വർഷം. 3 സുസ്ഥിര വികസനത്തിനായുള്ള സന്നദ്ധ സേവകരുടെ അന്താരാഷ്ട്ര വർഷം. സുസ്ഥിര വികസനത്തിനായിട്ടുള്ള സന്നദ്ധ സേവകരുടെ അന്താരാഷ്ട്ര വർഷം. എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കാം. 2026 ഐക്യരാഷ്ട്രസഭ ഏതെല്ലാം വർഷങ്ങളായിട്ടാണ് ആചരിക്കുന്നത്? 1 വനിതാ കർഷകരുടെ അന്താരാഷ്ട്ര വർഷം. 1 വനിതാ കർഷകരുടെ അന്താരാഷ്ട്ര വർഷം. 2 മേച്ചിൽപ്പുറങ്ങളുടെയും ഇടയന്മാരുടെയും വർഷം. മേച്ചിൽപ്പുറങ്ങളുടെയും ഇടയന്മാരുടെയും വർഷം. 3 സുസ്ഥിര വികസനത്തിനായുള്ള സന്നദ്ധ സേവകരുടെ അന്താരാഷ്ട്ര വർഷം.
അപ്പോൾ വേണമെങ്കിൽ കറണ്ട് അഫെയറിൽ PSC പരീക്ഷകളിൽ ചോദിക്കാം, 2025 ഐക്യരാഷ്ട്രസഭ ഏതെല്ലാം വർഷങ്ങളായിട്ടാണ് ആചരിക്കുന്നത്? 1. അന്താരാഷ്ട്ര സഹകരണ വർഷം. 2. അന്താരാഷ്ട്ര ക്വാണ്ടം സയൻസ് വർഷം. 3. അന്താരാഷ്ട്ര സമാധാനത്തിൻ്റെയും വിശ്വാസ്യതയുടെയും വർഷം. ഇങ്ങനെ 2026 ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്നത് വനിതാ കർഷകരുടെ അന്താരാഷ്ട്ര വർഷം, മേച്ചിൽപ്പുറങ്ങളുടെയും ഇടയന്മാരുടെയും അന്താരാഷ്ട്ര വർഷം, സുസ്ഥിര വികസനത്തിനായുള്ള സന്നദ്ധ സേവകരുടെ അന്താരാഷ്ട്ര വർഷം. അടുത്ത ചോദ്യം, ലോക സർവകലാശാല ഗെയിം 2025 വേദി. ലോക സർവകലാശാല ഗെയിം 2025 വേദി. ആൻസർ ജർമ്മനി. ലോക സർവകലാശാല ഗെയിം 2025 വേദി ജർമ്മനി. പാലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ച ആദ്യ G7 രാജ്യം. പാലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ച ആദ്യ G7 രാജ്യമേത്? ഫ്രാൻസ്. ലോകത്തിലെ വൻ സാമ്പത്തിക ശക്തികളുടെ കൂട്ടായ്മയാണ് G7. അമേരിക്ക, കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ഇംഗ്ലണ്ട്, ജപ്പാൻ എന്നീ രാജ്യങ്ങൾ അംഗങ്ങളായിട്ടുള്ള സംഘടനയാണ് G7. G7 സംഘടനയിലെ ഏക ഏഷ്യൻ രാജ്യം ജപ്പാനാണ്. പാലസ്തീനെ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ച G7 രാജ്യമേത് എന്ന് ചോദ്യം വന്നാൽ ഫ്രാൻസ്. 2025 യുനെസ്കോയിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ച രാജ്യം. 2025 യുനെസ്കോയിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ച രാജ്യം അമേരിക്ക. അടുത്ത ചോദ്യം, 2025 ഇലോൺ മസ്ക് ആരംഭിച്ച പാർട്ടി. ഇലോൺ മസ്ക് സ്ഥാപിച്ച പാർട്ടി അമേരിക്കൻ പാർട്ടി. അമേരിക്കൻ പാർട്ടി. അടുത്ത ചോദ്യം, 2025 IMFൻ്റെ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായ ഇന്ത്യക്കാരൻ. 2025 IMF ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ആസ്ഥാനം വാഷിങ്ടൺ, ആസ്ഥാനം അമേരിക്ക. 2025 IMFൻ്റെ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായ ഇന്ത്യക്കാരനാണ് ഊർജിത് പട്ടേൽ. മുൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറാണ് ഊർജിത് പട്ടേൽ. അടുത്ത ചോദ്യം, ഫ്ലോറിസ് ചുഴലിക്കാറ്റ് വീശിയ രാജ്യം. ഫ്ലോറിസ് ചുഴലിക്കാറ്റ് വീശിയ രാജ്യം ഇംഗ്ലണ്ട്, UK. ഫ്ലോറിസ് ചുഴലിക്കാറ്റ് ഇംഗ്ലണ്ട്, UK. തബ. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. തബ ചുഴലിക്കാറ്റ് വീശിയ രാജ്യം ചൈന. തബ ചുഴലിക്കാറ്റ് വീശിയ രാജ്യം ഏതാണ്? ചൈന. തബ ചുഴലിക്കാറ്റ് വീശിയ രാജ്യം ചൈന. അടുത്ത ചോദ്യം, 2025 പന്നിയുടെ ശ്വാസകോശം മനുഷ്യനിൽ വെച്ച് പിടിപ്പിച്ച രാജ്യം. വലിയൊരു കണ്ടുപിടുത്തം, ശാസ്ത്രലോകത്തെ വലിയൊരു കണ്ടുപിടുത്തം. 2025 പന്നിയുടെ ശ്വാസകോശം മനുഷ്യനിൽ വെച്ച് പിടിപ്പിച്ച രാജ്യമേത്? ചൈന. 2025 പന്നിയുടെ ശ്വാസകോശം മനുഷ്യനിൽ വെച്ച് പിടിപ്പിച്ച രാജ്യം ചൈന. ക്യാൻസറിനെ പ്രതിരോധിക്കാൻ എൻഡ്രോമിക്സ് വാക്സിൻ വികസിപ്പിച്ച രാജ്യം. ക്യാൻസറിനെ പ്രതിരോധിക്കാൻ എൻഡ്രോമിക്സ് വാക്സിൻ വികസിപ്പിച്ച രാജ്യം റഷ്യ. നമ്മൾ ഇടയ്ക്ക് പത്രത്തിലൊക്കെ ഒരു വലിയ ന്യൂസായിരുന്നു, ക്യാൻസറിനെതിരെയുള്ള വാക്സിൻ കണ്ടെത്തി എന്നും പറഞ്ഞൊരു വലിയൊരു വാർത്തയുണ്ടായിരുന്നു. ലോകത്തിലെ ആദ്യത്തെ സ്കൈ സ്റ്റേഡിയം വരുന്നത് സൗദി അറേബ്യ. ലോകത്തിലെ ആദ്യത്തെ സ്കൈ സ്റ്റേഡിയം നിലവിൽ വരുന്നത് സൗദി അറേബ്യ. 2025 രവീന്ദ്രനാഥ ടാഗോറിൻ്റെ പ്രതിമ സ്ഥാപിച്ചത് എവിടെ? നമുക്കറിയാം, ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. 1921 വിശ്വഭാരതി യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ഏഷ്യയിൽ തന്നെ ആദ്യമായി സാഹിത്യത്തിന് നോബൽ സമ്മാനം നേടിയത് രവീന്ദ്രനാഥ ടാഗോറാണ് 1913 ഗീതാഞ്ജലി എന്ന കൃതിക്ക്. 2025 രവീന്ദ്രനാഥ ടാഗോറിൻ്റെ പ്രതിമ സ്ഥാപിച്ചതെവിടെ? ബീജിംഗ്, ചൈന. 2025 രവീന്ദ്രനാഥ ടാഗോറിൻ്റെ പ്രതിമ സ്ഥാപിച്ചതെവിടെ? ബീജിംഗ്, ചൈന. 2025 IUCN വേൾഡ് കൺസർവേഷൻ കോൺഗ്രസിൻ്റെ വേദി. 2025 IUCN വേൾഡ് കൺസർവേഷൻ കോൺഗ്രസ് വേദി അബുദാബി. 2025 ഐക്യരാഷ്ട്രസഭയുടെ AI ഫോർ ഗുഡ് ഉച്ചകോടി നടന്നതെവിടെ? 2025 ഐക്യരാഷ്ട്രസഭയുടെ AI ഫോർ ഗുഡ് ഉച്ചകോടി നടന്നതെവിടെ? ജനീവ, സ്വിറ്റ്സർലൻഡ്.
അടുത്ത ലോകത്തിലെ ആദ്യ സൗരോർജ താപനിലയം വരുന്നത് എവിടെ? ഗോബി മരുഭൂമി. ലോകത്തിലെ ആദ്യ സൗരോർജ താപനിലയം വരുന്നത് എവിടെ? ഗോബി മരുഭൂമി. 2025 നവംബറിൽ പുകയില നിരോധനം ഏർപ്പെടുത്തിയ രാജ്യം മാലിദ്വീപ്. 2025 നവംബറിൽ പുകയില നിരോധനം ഏർപ്പെടുത്തിയ രാജ്യം മാലിദ്വീപ്. ടെസ്ല കമ്പനിയുടെ CEO ഇലോൺ മസ്ക്. ടെസ്ല കമ്പനിയുടെ CEO ഇലോൺ മസ്ക്. ലോകത്തിലെ ആദ്യ കറൻസി രഹിത രാജ്യം സ്വീഡൻ. ലോകത്തിലെ ആദ്യ കറൻസി രഹിത രാജ്യം ഏത്? സ്വീഡൻ. ഇന്ത്യയിലെ ആദ്യ കറൻസി രഹിത സംസ്ഥാനം ഏത്? ഗോവ. ഇന്ത്യയിലെ ആദ്യ കറൻസി രഹിത ആദിവാസി കോളനി ഏത്? നെടുങ്കയം, മലപ്പുറം. കേരളത്തിലെ ആദ്യ കറൻസി രഹിത കളക്ട്രേറ്റ് ഏത്? പത്തനംതിട്ട കളക്ട്രേറ്റ്. കേരളത്തിലെ ആദ്യ കറൻസി രഹിത താലൂക്ക് ഏത്? സുൽത്താൻ ബത്തേരി. കേരളത്തിലെ ആദ്യത്തെ കറൻസി രഹിത ആദിവാസി കോളനി നെടുങ്കയം, മലപ്പുറം. ഇന്ത്യയിലെ ആദ്യത്തെ കറൻസി രഹിത സംസ്ഥാനം ഗോവ. ലോകത്തിലെ ആദ്യത്തെ കറൻസി രഹിത രാജ്യമാകുന്നത് സ്വീഡൻ. അടുത്ത ചോദ്യം, 2025 പക്ഷിപ്പനി തടയാൻ ഒട്ടകപ്പക്ഷികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കിയ രാജ്യം. 2025 പക്ഷിപ്പനി തടയാൻ ഒട്ടകപ്പക്ഷികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കിയ രാജ്യം കാനഡ. 16 വയസ്സിന് താഴെയുള്ളവർക്ക് സോഷ്യൽ മീഡിയ നിഷേധിച്ച രാജ്യം ഓസ്ട്രേലിയ. 16 വയസ്സിന് താഴെയുള്ളവർക്ക് സോഷ്യൽ മീഡിയ നിഷേധിച്ച രാജ്യമേത്? ഓസ്ട്രേലിയ. ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നഗരം ജക്കാർത്ത, ഇന്തോനേഷ്യ. ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നഗരം ജക്കാർത്ത, ഇന്തോനേഷ്യ. ടൈം മാഗസിൻ്റെ പേഴ്സൺ ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആർക്കിടെക്ട്സ് ഓഫ് AI-യുടെ ശില്പികൾ. ടൈം മാഗസിൻ്റെ പേഴ്സൺ ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആർക്കിടെക്ട്സ് ഓഫ് AI. WHO പോളിയോ വിമുക്ത രാജ്യമായി 2025 പ്രഖ്യാപിച്ച രാജ്യം. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO പോളിയോ വിമുക്ത രാജ്യമായി 2025 പ്രഖ്യാപിച്ച രാജ്യം ഏത്? ഇന്തോനേഷ്യ. പൂർണ്ണമായ ഡ്രൈവർ ഇല്ലാത്ത ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമായ ട്രെയിൻ ശൃംഖല റിയാദ് മെട്രോ. പൂർണ്ണമായ ഡ്രൈവർ ഇല്ലാത്ത ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ട്രെയിൻ ശൃംഖല റിയാദ് മെട്രോ. G7 നമുക്കറിയാം, ലോകത്തിലെ വൻ സാമ്പത്തിക ശക്തികളുടെ സംഘടന G7 ബദലായി അമേരിക്കയുടെ നേതൃത്വത്തിൽ വരുന്ന സംഘടനയുടെ പേര് കോർ 5. G7 ബദലായി അമേരിക്കയുടെ നേതൃത്വത്തിൽ വരുന്ന സംഘടനയുടെ പേര് കോർ 5. ടൈം മാഗസിൻ്റെ CEO ഓഫ് ദ ഇയർ 2025 തിരഞ്ഞെടുക്കപ്പെട്ടത് നീൽ മോഹൻ, യൂട്യൂബിൻ്റെ CEO. ടൈം മാഗസിൻ്റെ CEO ഓഫ് ദ ഇയർ 2025 ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് നീൽ മോഹൻ, യൂട്യൂബിൻ്റെ CEO. മറിയം വെബ്സ്റ്റേഴ്സ് നിഘണ്ടു 2025 തിരഞ്ഞെടുക്കപ്പെട്ടത്. സ്റ്റാൻഡേർഡ് സർവകലാശാലയുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വൈബ്രൻസി ഇൻഡെക്സിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം. സ്റ്റാൻഡേർഡ് സർവകലാശാലയുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വൈബ്രൻസി ഇൻഡെക്സിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം USA. 2-ാം സ്ഥാനം ചൈന. 3-ാം സ്ഥാനം ഇന്ത്യ. 2026 ഇന്ത്യയുമായി ചേർന്ന് ഇരട്ട വർഷമായിട്ട് ആചരിക്കുന്ന രാജ്യം. 2026 ഇന്ത്യയുമായി ചേർന്ന് ഇരട്ട വർഷമായിട്ട് ആചരിക്കുന്ന രാജ്യം സ്പെയിൻ. ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം, 2026 ഇന്ത്യയുമായി ചേർന്ന് ഇരട്ട വർഷമായിട്ട് ആചരിക്കുന്ന രാജ്യം സ്പെയിൻ. 2025 55ാമത് വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ വാർഷിക യോഗത്തിൻ്റെ വേദി ലാവോസ്, സ്വിറ്റ്സർലൻഡ്. വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ സ്ഥിരം വേദി ലാവോസ്, സ്വിറ്റ്സർലൻഡ്. ചിലപ്പോൾ മിക്കവാറും ചോദിക്കാറുണ്ട്, വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ സ്ഥിരം വേദി ലാവോസ്, സ്വിറ്റ്സർലൻഡ്. 2025 55ാമത് വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ വാർഷിക യോഗത്തിൻ്റെ വേദി ഏത്? ലാവോസ്, സ്വിറ്റ്സർലൻഡ്. അമേരിക്കയുടെ മെഡൽ ഓഫ് ഫ്രീഡം 2025 ലഭിച്ചതാർക്ക്? അമേരിക്കയുടെ മെഡൽ ഓഫ് ഫ്രീഡം 2025 ലഭിച്ചതാർക്ക്? ഫ്രാൻസിസ് മാർപ്പാപ്പ. എഡിറ്റ്സ് എന്ന വീഡിയോ ആപ്ലിക്കേഷൻ പുറത്തിറക്കിയത് ഇൻസ്റ്റാഗ്രാം. പെൺകുട്ടികളുടെ വിവാഹപ്രായം 9 കുറയ്ക്കുന്ന ഭേദഗതിക്ക് അംഗീകാരം നൽകിയ രാജ്യം ഇറാഖ്. പെൺകുട്ടികളുടെ വിവാഹപ്രായം 9 കുറയ്ക്കുന്ന ഭേദഗതിക്ക് അംഗീകാരം നൽകിയ രാജ്യം ഇറാഖ്.
പെൺകുട്ടികളുടെ വിവാഹപ്രായം 9 കുറയ്ക്കുന്ന ഭേദഗതിക്ക് അംഗീകാരം നൽകിയ രാജ്യം ഇറാഖ്. ഫാൽക്കൺ 9 എന്ന സ്പേസ് എക്സിൻ്റെ റോക്കറ്റ് വാർത്തകളിൽ പ്രത്യക്ഷപ്പെട്ടു. എന്താണ് കാരണം? ഇപ്പോഴത്തെ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യമൊക്കെ അങ്ങനെയല്ലേ വരുന്നത്. ഫാൽക്കൺ 9 എന്ന സ്പേസ് എക്സിൻ്റെ റോക്കറ്റ് വാർത്തകളിൽ പ്രത്യക്ഷപ്പെട്ടു. എന്താണ് കാരണം? ഇരട്ട ചന്ദ്രലാൻഡറുകളെ ഒന്നിച്ച് ബഹിരാകാശത്തിലെത്തിച്ചു. ഇരട്ട ചന്ദ്രലാൻഡറുകളെ ഒന്നിച്ച് ബഹിരാകാശത്തിൽ എത്തിച്ചു. അടുത്ത ചോദ്യം, 2025 ഭക്ഷ്യസുരക്ഷ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഫിലിപ്പീൻസ്. 2025 ഭക്ഷ്യസുരക്ഷ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഫിലിപ്പീൻസ്. മികച്ച ചിത്രത്തിനുള്ള ബാഫ്റ്റ അവാർഡ് നേടിയെടുത്തത് കോൺക്ലേവ്. മികച്ച ചിത്രത്തിനുള്ള ബാഫ്റ്റ അവാർഡ് നേടിയെടുത്ത ചിത്രം കോൺക്ലേവ്. G20 G20 വിദേശകാര്യമന്ത്രിമാരുടെ യോഗം 2025 നടന്നത് ജോഹന്നാസ്ബർഗ്, ദക്ഷിണാഫ്രിക്ക. G20 വിദേശകാര്യമന്ത്രിമാരുടെ യോഗം 2025 നടന്നത് ജോഹന്നാസ്ബർഗ്, ദക്ഷിണാഫ്രിക്ക. 2025 പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ശനിയുടെ ഉപഗ്രഹങ്ങളുടെ എണ്ണം 274. 2025 മാർച്ചിലെ റിപ്പോർട്ടാണേ, മാർച്ച് മാസത്തിലെ റിപ്പോർട്ട് അനുസരിച്ചാണ്, അതിനുശേഷം കൂടാ. 2025 പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ശനിയുടെ ഉപഗ്രഹങ്ങൾ 274. ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ പുതിയ പ്രസിഡന്റ് ദിൽമ റൂസഫ്. 2025 ഏപ്രിലിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ നിന്ന് പിൻവാങ്ങിയ രാജ്യം ഹംഗറി. 2025 ഏപ്രിലിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ നിന്നും പിൻവാങ്ങിയ രാജ്യമേത്? ഹംഗറി. 2025 ഗാന്ധിജിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്ത രാജ്യം ദക്ഷിണാഫ്രിക്ക. 2025 ഗാന്ധിജിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്ത രാജ്യം ദക്ഷിണാഫ്രിക്ക. 2025 ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുത്തത് റിയോ ഡി ജനീറോ, ബ്രസീൽ. 2025 ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുത്തത് റിയോ ഡി ജനീറോ, ബ്രസീൽ. ലോക പുസ്തക ദിനം ഏപ്രിൽ 23. ലോക പുസ്തക ദിനം ഏപ്രിൽ 23. നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോകാം. ചോദ്യം വരുന്ന ഒരു 4 സംഘടനയാണ് ഈ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് G20, G7, ബ്രിക്സ്, നാറ്റോ. ഞാൻ ബോർഡിൽ എഴുതിയിട്ടിരിക്കുകയാണ്. അന്നേരം G20യുടെ 2023 18ാമത് ഉച്ചകോടി ഇന്ത്യയിൽ നടന്നു. G20യുടെ 2023 18ാമത് ഉച്ചകോടി ഡൽഹിയിൽ നടന്നു. ഡൽഹി, ഇന്ത്യ. അന്നേരം G20 എന്ന് പറയുന്ന സംഘടനയിൽ 21 അംഗങ്ങളുണ്ട്. 21ാമത്തെ അംഗം ആഫ്രിക്കൻ യൂണിയനാണ്. G20ക്ക് സ്ഥിരം ആസ്ഥാനമില്ല. ഓരോ വർഷവും ഏത് രാജ്യത്താണോ സമ്മേളനം നടക്കുന്നത് ആ രാജ്യത്തിനായിരിക്കും G20യുടെ അധ്യക്ഷ സ്ഥാനം. 2023 G20യുടെ അധ്യക്ഷ സ്ഥാനം ഇന്ത്യക്കായിരുന്നു. 2023 G20യുടെ 18ാം ഉച്ചകോടിയാണ് ഇന്ത്യയിൽ വെച്ച് നടന്നത്, ഡൽഹിയിലാണ് നടന്നത്. G20യുടെ 23 ഉച്ചകോടിയുടെ ആപ്തവാക്യം തീം ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി. 1 എർത്ത്, 1 ഫാമിലി, 1 ഫ്യൂച്ചർ. അതായത് വസുദൈവ കുടുംബകം എന്നാണ്. G20യുടെ 2024 സമ്മേളനം, G20യുടെ 2024 സമ്മേളനം, അങ്ങനെ 19ാം ഉച്ചകോടിയാണല്ലോ. 24 സമ്മേളനം ബ്രസീലിൽ വെച്ചിട്ടാണ് നടന്നത്. റിയോ ഡി ജനീറോ, ബ്രസീൽ. 24 സമ്മേളനം. 2024 G20യുടെ അധ്യക്ഷ സ്ഥാനം ആർക്കാണെന്ന് ചോദിച്ചാൽ ബ്രസീൽ. 23 G20യുടെ അധ്യക്ഷ സ്ഥാനം ആർക്കാണ്? ഇന്ത്യ. 2024 G20യുടെ പ്രമേയം എന്താണ്? തീം എന്താണ്? ഒരു ന്യായമായ ലോകവും സുസ്ഥിരമായ ഗ്രഹവും നിർമ്മിക്കുക. ഒരു ന്യായമായ ലോകവും സുസ്ഥിരമായ ഗ്രഹവും നിർമ്മിക്കുക. 2025 G20യുടെ സമ്മേളനം നടന്നത് ജോഹന്നാസ്ബർഗ്, ദക്ഷിണാഫ്രിക്ക. സ്വാഭാവികമായിട്ട് 2025 20ാമത്തെ ഉച്ചകോടിയാണല്ലോ. 2025 G20യുടെ ഉച്ചകോടി നടന്നത് ജോഹന്നാസ്ബർഗ്, ദക്ഷിണാഫ്രിക്ക. എന്താണ് അതിൻ്റെ തീം, പ്രമേയം? ഐക്യദാർഢ്യം, സോളിഡാരിറ്റി, ഐക്യദാർഢ്യം, സമത്വം, സുസ്ഥിരത. 2025 G20യുടെ പ്രമേയം ഐക്യദാർഢ്യം, സമത്വം, സുസ്ഥിരത. ഐക്യദാർഢ്യം, സമത്വം, സുസ്ഥിരത. അങ്ങനെ ചോദിക്കാം. 2025 G20യുടെ അധ്യക്ഷ സ്ഥാനം ആർക്കാണ്? ദക്ഷിണാഫ്രിക്ക. 2025 G20യുടെ അധ്യക്ഷ സ്ഥാനം ആർക്കാണ്? ദക്ഷിണാഫ്രിക്ക. 2026 G20യുടെ സമ്മേളനം നടക്കുന്നത് അമേരിക്കയിലാണ്, USA. എന്നാൽ 2026 G20യുടെ അധ്യക്ഷ സ്ഥാനം ആർക്കാണ്? അമേരിക്ക. 2027 G20യുടെ അധ്യക്ഷ സ്ഥാനം നടക്കുന്നത് എവിടെ? UK, ഇംഗ്ലണ്ട്.
2027 G20 അധ്യക്ഷ സ്ഥാനം നടക്കുന്നത് അവിടെ UK, ഇംഗ്ലണ്ട്. ഓരോ വർഷവും ഏത് രാജ്യത്താണോ സമ്മേളനം നടക്കുന്നത് ആ രാജ്യത്തിനായിരിക്കും അധ്യക്ഷ സ്ഥാനം. 2023 G20 അധ്യക്ഷ സ്ഥാനം ഇന്ത്യക്കായിരുന്നു. G20 സ്ഥിരം ആസ്ഥാനമില്ല. G20 സംഘടനയിൽ 21 അംഗങ്ങളുണ്ട്. 21ാമത്തെ അംഗം ആഫ്രിക്കൻ യൂണിയൻ. എന്നാൽ ആഫ്രിക്കൻ യൂണിയനെ സംഘടനയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച G20 സമ്മേളനം 23 ഡൽഹിയും. എന്നാൽ ആഫ്രിക്കൻ യൂണിയൻ ആദ്യമായിട്ട് പങ്കെടുത്ത G20 സമ്മേളനം 24 ബ്രസീൽ, റിയോ ഡി ജനീറോ ബ്രസീൽ സമ്മേളനവുമാണ്. എന്നാൽ നമുക്ക് അടുത്ത G7ലേക്ക് പോകാം. G7 G20 പോലെ സ്ഥിരം ആസ്ഥാനമില്ല. G20 പോലെ സ്ഥിരം ആസ്ഥാനമില്ലാത്ത സംഘടനയാണ് ഏതെന്ന് പറയുന്നത് G7 സ്ഥിരം ആസ്ഥാനമില്ല. ഓരോ വർഷവും ഏത് രാജ്യത്താണോ സമ്മേളനം നടക്കുന്നത് ആ രാജ്യത്തിനായിരിക്കും G7 അധ്യക്ഷ സ്ഥാനം. ലോകത്തിലെ വൻ സാമ്പത്തിക ശക്തികളുടെ സംഘടന അമേരിക്ക, കാനഡ, ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. ഒറ്റ ഏഷ്യൻ രാജ്യമേ ഉള്ളൂ G7-ൽ. ഒറ്റ ഏഷ്യൻ രാജ്യമേ ഉള്ളൂ G7-ൽ, അത് ജപ്പാനാണ്. G7 2023 സമ്മേളനം ഹിരോഷിമ, ജപ്പാൻ. G7 2023 സമ്മേളനം ഹിരോഷിമ, ജപ്പാൻ. 2023 സമ്മേളനം ഹിരോഷിമ, ജപ്പാൻ. 2023 G7 അധ്യക്ഷ സ്ഥാനം ജപ്പാൻ. 2024 G7 സമ്മേളനം അബുലിയ, ഇറ്റലി. 2024 G7 സമ്മേളനം അബുലിയ, ഇറ്റലി. 2024 G7 അധ്യക്ഷ സ്ഥാനം ഇറ്റലി. 2025 G7 സമ്മേളനം നടക്കുന്നത് ആൽബർട്ട, കാനഡ. 2025 G7 സമ്മേളനം നടക്കുന്നത് കാനഡ. അന്നേരം അധ്യക്ഷ സ്ഥാനം കാനഡയ്ക്ക്. 2026 G7 സമ്മേളനം നടക്കുന്നത് ഫ്രാൻസ്. 2026 G7 സമ്മേളനം നടക്കുന്നത് ഫ്രാൻസ്. അടുത്ത നാറ്റോയാണ്. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സൈനിക സംഘടനയാണ് നാറ്റോ. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ, അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സൈനിക സംഘടനയാണ് നാറ്റോ. 1949 നാറ്റോ രൂപം കൊണ്ടത്. 1949 നാറ്റോയുടെ ആസ്ഥാനം ബ്രസൽസ്, ബെൽജിയം. നാറ്റോയുടെ ആസ്ഥാനം ഏത്? ബ്രസൽസ്, ബെൽജിയം. നാറ്റോയുടെ 2024 സമ്മേളനം നടന്നത് വാഷിങ്ടൺ, അമേരിക്ക. കാര്യം നാറ്റോ 1949 രൂപീകരിച്ച്. നാറ്റോയുടെ 75ാം സമ്മേളനമാണ് 2024 വാഷിങ്ടൺ, അമേരിക്ക. നാറ്റോയുടെ 2025 സമ്മേളനം ഹേഗ്, നെതർലൻഡ്. നാറ്റോയുടെ 2025 സമ്മേളനം ഹേഗ്, നെതർലൻഡ്. നാറ്റോയുടെ നിലവിലെ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെ. നാറ്റോയിലെ 32ാമത്തെ അംഗം സ്വീഡൻ. നാറ്റോയിൽ മൊത്തം 32 അംഗരാജ്യങ്ങളാണ്. 32ാമത്തെ അംഗരാജ്യം സ്വീഡൻ, 31 ഫിൻലൻഡ്, 32ാമത്തെ അംഗരാജ്യം സ്വീഡൻ. മൊത്തം 32 അംഗങ്ങളാണ് നാറ്റോയിൽ. ഉക്രൈൻ നാറ്റോയിൽ അംഗമാവാൻ ശ്രമം നടത്തുക. അതാണ് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അടുത്ത ബ്രിക്സ്. 2024 ബ്രിക്സിൻ്റെ 16ാം സമ്മേളനം. 2024 ബ്രിക്സിൻ്റെ 16ാമത് ഉച്ചകോടി സമ്മേളനം റഷ്യയിലാണ് നടന്നത്. കസാൻ, റഷ്യ. 2025 ബ്രിക്സിൻ്റെ സമ്മേളനം റിയോ ഡി ജനീറോ, ബ്രസീൽ. 2025 ബ്രിക്സിൻ്റെ സമ്മേളനം റിയോ ഡി ജനീറോ, ബ്രസീൽ. അന്നേരം നമുക്ക് ഇത്രയും നോക്കി. ഇതിൽ നിന്നൊക്കെ സാധാരണഗതിയിൽ ചോദ്യങ്ങൾ വരുന്നുണ്ട്. നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോകാം. നമ്മളിപ്പോൾ ഇന്ത്യയിൽ നിന്ന് വരുന്ന കറണ്ട് അഫെയർ ആണ് ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ത്യ ഉയർന്ന പദവികളാണ് നമ്മൾ ആദ്യമേ നോക്കുന്നത്. ഇന്ത്യ ഉയർന്ന പദവികൾ. ഇന്ത്യയിലെ നിലവിലെ രാഷ്ട്രപതി പ്രസിഡന്റ് ദ്രൗപദി മുർമുവാണ്. ഇന്ത്യയുടെ പ്രസിഡൻ്റാവുന്ന 15ാമത്തെ വ്യക്തിയാണ് ദ്രൗപദി മുർമു. 15ാമത്തെ ഇന്ത്യൻ പ്രസിഡൻ്റാണ് ദ്രൗപദി മുർമു. ഒഡീഷ സ്വദേശിയാണ്. ഗോത്രവർഗ വിഭാഗത്തിൽ നിന്നും ഇന്ത്യയുടെ പ്രസിഡൻ്റാകുന്ന ആദ്യ വ്യക്തിയാണ്. ഗോത്രവർഗ വിഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഡീഷയിലെ സന്താൾ വിഭാഗത്തിൽ നിന്ന് ഇന്ത്യയുടെ പ്രസിഡൻ്റാകുന്ന ആദ്യ വ്യക്തിയാണ്. ജാർഖണ്ഡ് ഗവർണറായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ നിലവിലെ പ്രസിഡന്റ് മുൻപ് ജാർഖണ്ഡ് സംസ്ഥാനത്തിൻ്റെ ഗവർണറായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഒഡീഷയിൽ മന്ത്രിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ നിലവിലെ പ്രസിഡന്റ് ദ്രൗപദി മുർമുവാണ്. ദ്രൗപദി മുർമു ഒഡീഷ സ്വദേശിയാണ്. ഇന്ത്യയുടെ പ്രസിഡൻ്റാകുന്ന 15ാമത്തെ വ്യക്തിയാണ് ദ്രൗപദി മുർമു. ജാർഖണ്ഡ് ഗവർണറായി പ്രവർത്തിച്ചിട്ടുണ്ട്. സന്താൾ വിഭാഗത്തിൽ
ഉൾപ്പെടുന്ന വ്യക്തിയാണ് ദ്രൗപദി മുർമു. ജാർഖണ്ഡ് ഗവർണറായി പ്രവർത്തിച്ചിട്ടുണ്ട്, ഒഡീഷയിൽ മന്ത്രിയായി പ്രവർത്തിച്ചിട്ടുണ്ട്, ഇന്ത്യയുടെ പ്രസിഡൻ്റാകുന്ന 15ാമത്തെ വ്യക്തിയാണ്. ദ്രൗപദി മുർമു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയ പ്രധാന എതിരാളി യശ്വന്ത് സിൻഹയാണ്. ദ്രൗപദി മുർമു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയ പ്രധാന എതിരാളി യശ്വന്ത് സിൻഹയാണ്. അടുത്ത ഇന്ത്യയുടെ നിലവിലെ വൈസ് പ്രസിഡന്റ് CP രാധാകൃഷ്ണനാണ്. ഇന്ത്യയുടെ 15ാമത്തെ വൈസ് പ്രസിഡൻ്റാണ് CP രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ 15ാമത്തെ വൈസ് പ്രസിഡൻ്റാണ് CP രാധാകൃഷ്ണൻ. അദ്ദേഹം തമിഴ്നാട് സ്വദേശിയാണ്. CP രാധാകൃഷ്ണൻ തമിഴ്നാട് സ്വദേശിയാണ്. CP രാധാകൃഷ്ണൻ മഹാരാഷ്ട്ര ഗവർണറായിരുന്നു. ആ സമയത്ത് തെലുങ്കാന, പുതുച്ചേരി ഗവർണർ സ്ഥാനവും വഹിച്ചിരുന്നു. മഹാരാഷ്ട്ര ഗവർണറായിരുന്നു CP രാധാകൃഷ്ണൻ. തെലുങ്കാന, പോണ്ടിച്ചേരി സംസ്ഥാനങ്ങളുടെ ഗവർണർ പദവിയും വഹിച്ചിട്ടുണ്ട്. കോയമ്പത്തൂരിൽ നിന്ന് ലോക്സഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് CP രാധാകൃഷ്ണൻ ഇന്ത്യയുടെ വൈസ് പ്രസിഡൻ്റാകുന്ന 15ാമത്തെ വ്യക്തിയാണ്. ഇന്ത്യയിൽ 56 കേന്ദ്ര സർവകലാശാലകളുണ്ട്. കേരളത്തിലെ കാസർഗോഡ് കേന്ദ്ര സർവകലാശാല ഉൾപ്പെടെ ഈ 56 കേന്ദ്ര സർവകലാശാലകളുടെയും വിസിറ്റർ ഇന്ത്യൻ പ്രസിഡൻ്റാണ്. എന്നാൽ ഡൽഹി യൂണിവേഴ്സിറ്റി, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, പഞ്ചാബ് യൂണിവേഴ്സിറ്റി എന്നീ യൂണിവേഴ്സിറ്റികളുടെ ചാൻസലർ ആരെന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ വൈസ് പ്രസിഡൻ്റാണ്. അതെപ്പോഴും നമ്മൾ ഓർത്തിരിക്കണം. ഇന്ത്യയുടെ വൈസ് പ്രസിഡൻറ്റ്, നമ്മളെപ്പോഴും പറയും ഇന്ത്യയുടെ വൈസ് പ്രസിഡൻ്റ് എന്ന് പറഞ്ഞാൽ രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാനാണ്, അല്ലേ? ഇന്ത്യയുടെ വൈസ് പ്രസിഡൻ്റ് എന്ന് പറഞ്ഞാൽ രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാനാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 64 അനുസരിച്ച് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 64 വൈസ് പ്രസിഡൻറ്റ് ഈസ് ദ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നുണ്ട്. അതായത് വൈസ് പ്രസിഡന്റ്, അതുകൂടാതെ വൈസ് പ്രസിഡൻ്റ് എന്ന് പറഞ്ഞാൽ പഞ്ചാബ് യൂണിവേഴ്സിറ്റിയുടെയും പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെയും ഡൽഹി യൂണിവേഴ്സിറ്റിയുടെയും ചാൻസലർ ആരെന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ വൈസ് പ്രസിഡൻ്റാണ്. ഇന്ത്യയുടെ നിലവിലെ വൈസ് പ്രസിഡൻറ്റ് CP രാധാകൃഷ്ണനാണ്. അടുത്ത പ്രധാനമന്ത്രി, ഇന്ത്യയുടെ നിലവിലെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ്. അദ്ദേഹം മുൻപ് ഗുജറാത്ത് മുഖ്യമന്ത്രിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. രവീന്ദ്രനാഥ ടാഗോർ 1921 സ്ഥാപിച്ച വിശ്വഭാരതി യൂണിവേഴ്സിറ്റി, അതായത് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റി വിശ്വഭാരതി യൂണിവേഴ്സിറ്റി. യുനെസ്കോയുടെ പൈതൃക പട്ടികയിലെ 41ാമത്തെ ഇതാണ് വിശ്വഭാരതി യൂണിവേഴ്സിറ്റി. ആ വിശ്വഭാരതി യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. എന്നാൽ വിശ്വഭാരതി യൂണിവേഴ്സിറ്റിയുടെ നിലവിലെ ചാൻസലർ ആരെന്ന് ചോദിച്ചാൽ നരേന്ദ്രമോദിയാണ്. നിലവിലെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. നിലവിലെ ലോക്സഭാ സ്പീക്കർ, ഇപ്പോൾ എത്രാമത്തെ ലോക്സഭയാണ്? 18ാം ലോക്സഭയാണ് നിലവിലുള്ളത്. ഇപ്പോൾ നിലവിലുള്ള ലോക്സഭ ഏതാണ്? 18ാം ലോക്സഭയാണ് നിലവിലുള്ളത്. ഇപ്പോൾ നിലവിലുള്ള ലോക്സഭ 18ാം ലോക്സഭയാണ് നിലവിലുള്ളത്. 18ാം ലോക്സഭയുടെ സ്പീക്കർ ഓം ബിർളയാണ്. 18ാം ലോക്സഭയുടെ സ്പീക്കർ, നിലവിലെ ലോക്സഭയുടെ സ്പീക്കർ ആരെന്ന് ചോദിച്ചാൽ ഓം ബിർളയാണ്. രാജസ്ഥാനിലെ കോട്ട മണ്ഡലത്തിൽ നിന്നാണ് ഇദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത്. 2025 ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടന്ന പാർലമെൻ്ററി യോഗത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് ഓം ബിർളയാണ്. അടുത്ത ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഗ്യാനേഷ് കുമാറാണ്. ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരെന്ന് ചോദിച്ചാൽ ഗ്യാനേഷ് കുമാറാണ്. ഇദ്ദേഹം കേരള കേഡർ IAS ഉദ്യോഗസ്ഥനായിരുന്നു ഗ്യാനേഷ് കുമാർ. ഇന്ത്യയുടെ നിലവിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഗ്യാനേഷ് കുമാറാണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണറെയും ഇലക്ഷൻ കമ്മീഷണർമാരുടെ ഔദ്യോഗിക കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണറെയും ഇലക്ഷൻ കമ്മീഷണർമാരുടെയും കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. ആർട്ടിക്കിൾ 324 ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അടുത്ത ഇന്ത്യയുടെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ, ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ രാജ്കുമാർ ഗോയലാണ്. നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്താണ്. നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരെന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് സൂര്യകാന്താണ്. നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര്? ജസ്റ്റിസ് സൂര്യകാന്ത്. നിലവിലെ UPSCയുടെ ചെയർമാൻ ഡോക്ടർ അജയ് കുമാറാണ്. നിലവിലെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ഡോക്ടർ അജയ് കുമാറാണ്.
പിന്നെ 1926 സമയത്താണല്ലോ UPSC ബ്രിട്ടീഷുകാരുടെ കാലത്ത് സ്ഥാപിക്കപ്പെട്ടത്. ഇപ്പോൾ ശതാബ്ദി 100ാം വാർഷികം ആചരിക്കുന്ന ഭരണഘടനാ സ്ഥാപനമാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. UPSCയുടെ ചെയർമാനെ അംഗങ്ങളെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡൻ്റാണ്. UPSCയുടെ ചെയർമാൻ്റെ അംഗങ്ങളുടെയും കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. UPSC ചെയർമാൻ്റെ അംഗങ്ങളുടെയും കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. അടുത്ത അറ്റോർണി ജനറൽ ആർ വെങ്കടരമണിയാണ്. ഇന്ത്യയുടെ അറ്റോർണി ജനറൽ. ഇന്ത്യയുടെ നിലവിലെ അറ്റോർണി ജനറൽ ആർ വെങ്കടരമണി. ഇന്ത്യയുടെ നിലവിലെ അറ്റോർണി ജനറൽ ആർ വെങ്കടരമണിയാണ് ഇന്ത്യയുടെ നിലവിലെ അറ്റോർണി ജനറൽ. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന നിയമ ഓഫീസറാണ് അറ്റോർണി ജനറൽ. ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന നിയമ ഓഫീസറാണ്. ഫസ്റ്റ് ലോ ഓഫീസർ ഇൻ ഇന്ത്യ, ഹയസ്റ്റ് ലോ ഓഫീസർ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന നിയമ ഓഫീസറാണ് അറ്റോർണി ജനറൽ. പാർലമെൻറ്റ് അംഗമല്ലെങ്കിലും പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും പങ്കെടുക്കാൻ അധികാരമുള്ള ഏക ഉദ്യോഗസ്ഥനാരെന്ന് ചോദിച്ചാൽ അറ്റോർണി ജനറലാണ്. പാർലമെൻറ്റ് അംഗമല്ലെങ്കിലും പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും പങ്കെടുക്കാൻ അധികാരമുള്ള ഏക ഉദ്യോഗസ്ഥനാരാണ് അറ്റോർണി ജനറൽ. പക്ഷേ പാർലമെൻറ്റിൽ വോട്ട് ചെയ്യാനുള്ള അധികാരമില്ല. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 76 അറ്റോർണി ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 76 അറ്റോർണി ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. നിലവിലെ അറ്റോർണി ജനറൽ ആർ വെങ്കടരമണി ഇന്ത്യയുടെ 16ാമത്തെ അറ്റോർണി ജനറലാണ്. ആർട്ടിക്കിൾ 76 അറ്റോർണി ജനറലിനെ അറ്റോർണി ജനറലുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 76 അറ്റോർണി ജനറലിനെ നിയമിക്കുന്നത് ഇന്ത്യയുടെ പ്രസിഡൻ്റാണ്. അടുത്ത ഇന്ത്യയുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ കെ സഞ്ജയ് മൂർത്തിയാണ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ കെ സഞ്ജയ് മൂർത്തിയാണ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ കെ സഞ്ജയ് മൂർത്തിയാണ്. 16ാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ ഡോക്ടർ അരവിന്ദ് പനഗരിയാണ്. 16ാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ ഡോക്ടർ അരവിന്ദ് പനഗരിയാണ്. 16ാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ ഡോക്ടർ അരവിന്ദ് പനഗരിയാണ്. നിലവിലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ്. നിലവിലെ RBIയുടെ ഗവർണർ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ്. സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സെബിയുടെ നിലവിലെ ചെയർമാൻ തുഹിൻ കാന്ത പാണ്ഡെയാണ്. സെബിയുടെ നിലവിലെ ചെയർമാൻ തുഹിൻ കാന്ത പാണ്ഡെയാണ്. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ 8ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ്റെ ചെയർമാൻ രഞ്ജന പ്രകാശ് ദേശായിയാണ്. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ 8ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ്റെ ചെയർമാൻ രഞ്ജന പ്രകാശ് ദേശായിയാണ്. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ 8ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ രഞ്ജന പ്രകാശ് ദേശായിയാണ്. ദേശീയ വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ വിജയ കിഷോർ രഹത്കറാണ്. ദേശീയ വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ വിജയ കിഷോർ രഹത്കറാണ്. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1992 ദേശീയ വനിതാ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷ ജയന്തി പട്നായിക്കാണ്. UGCയുടെ ചെയർമാൻ UGCയുടെ നിലവിലെ ചെയർമാൻ ഡോക്ടർ വിനീത് ജോഷിയാണ്. അദ്ദേഹം ആക്ടിംഗ് ചെയർമാനാണ്. UGCയുടെ നിലവിലെ ചെയർമാൻ ഡോക്ടർ വിനീത് ജോഷിയാണ്. അദ്ദേഹം ആക്ടിംഗ് ചെയർമാനാണ്. ഡോക്ടർ വിനീത് ജോഷി UGCയുടെ നിലവിലെ ചെയർമാൻ ഡോക്ടർ വിനീത് ജോഷിയാണ്. 1953 UGC നിലവിൽ വന്നത്. രാധാകൃഷ്ണൻ കമ്മീഷൻ്റെ റിപ്പോർട്ട് പ്രകാരമാണ് UGC നിലവിൽ വന്നത്. 1953 UGC നിലവിൽ വന്നത്. UGCയുടെ ആസ്ഥാനം ഡൽഹിയാണ്. 1ാം പഞ്ചവത്സര പദ്ധതി സമയത്താണ് UGC നിലവിൽ വന്നത്. UGCയുടെ ആസ്ഥാനം ഡൽഹിയാണ്. എന്നാൽ UGC ആക്ട് പാർലമെൻറ്റ് പാസ്സാക്കിയത് 1956. അതുമുതൽ UGCക്ക് സ്റ്റാറ്റ്യൂട്ടറി പദവിയുണ്ട്. UGC സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ്. അടുത്ത ISROയുടെ ചെയർമാൻ ഡോക്ടർ വി നാരായണനാണ്. ISROയുടെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ ഡോക്ടർ വി നാരായണൻ. ISROയുടെ നിലവിലെ ചെയർമാൻ ഡോക്ടർ വി നാരായണൻ. ഇനി നമ്മൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ചോദ്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. അന്നേരം ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യ ആദ്യമായി ആതിഥേയത്വം വഹിക്കുന്ന കോണ്ടിനെൻ്റൽ ടൂർ വേദി. ഇന്ത്യ ആദ്യമായി ആതിഥേയത്വം വഹിക്കുന്ന കോണ്ടിനെൻ്റൽ ടൂർ വേദി എവിടെയാണ്? ഭുവനേശ്വർ, ഒഡീഷ. ഭുവനേശ്വർ, ഒഡീഷ. സർക്കാർ ബസ്സുകളിൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും സൗജന്യ യാത്ര ഏർപ്പെടുത്തിയ സംസ്ഥാനം 2025. സർക്കാർ ബസ്സുകളിൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും സൗജന്യ യാത്ര ഏർപ്പെടുത്തിയ സംസ്ഥാനമേത്? ആന്ധ്രാപ്രദേശ്. സർക്കാർ ബസ്സുകളിൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും സൗജന്യ യാത്ര ഏർപ്പെടുത്തിയ സംസ്ഥാനമേത്? ആന്ധ്രാപ്രദേശ്. പദ്ധതിയുടെ പേര് സ്ത്രീ ശക്തി.
79ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൻ്റെ പ്രമേയം നവഭാരത്. 2025 ഓഗസ്റ്റ് 5 മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവും ഉണ്ടായ സംസ്ഥാനമേത്? ഉത്തരാഖണ്ഡ്. ഏറ്റവും അധികം കാലം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായി പ്രവർത്തിച്ച വ്യക്തിയാണ് അമിത്ഷാ. ഏറ്റവും അധികം കാലം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായി പ്രവർത്തിച്ച വ്യക്തിയാണ് അമിത്ഷാ. ഏറ്റവും കൂടുതൽ കാലം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായി പ്രവർത്തിച്ച വ്യക്തി അമിത്ഷായാണ്. ഗുജറാത്ത് സ്വദേശിയാണ്. നിലവിലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ്. അതുകൂടാതെ കേന്ദ്ര സഹകരണ വകുപ്പ് മന്ത്രിയും അമിത്ഷായാണ്. നീതി ആയോഗിൻ്റെ ഇന്ത്യ 2024 ഇലക്ട്രിക് ഇൻഡെക്സിൽ കേരളത്തിൻ്റെ സ്ഥാനം 19ആണ്. ബുക്കർ സമ്മാന ജേതാവ് മലയാളിയായ അരുന്ധതി റോയിയുടെ ആദ്യ ഓർമ്മ പുസ്തകം മദർ മേരി കംസ് ടു മീ. ദേശീയ അംഗീകാരം ലഭിച്ച ആസാമിലെ റൈസ് ലബന്യ റൈസാണ്. ബംഗളൂരു മെട്രോയുടെ പുതിയ യെല്ലോ ലൈൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് 2025 ഓഗസ്റ്റ് 10നാണ്. നമുക്ക് അടുത്ത ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ ഫോറൻസിക് ലാബ് ലക്നൌവിലാണ്. ഇന്ത്യയിലെ ആദ്യ ഡ്രോൺ ഫോറൻസിക് ലാബ് എവിടെയാണ്? ലക്നൌവിലാണ്. ഇന്ത്യയിലെ ആദ്യ ഡ്രോൺ ഫോറൻസിക് ലാബ് ലക്നൌവിലാണ്. മരണാനന്തര അവയവദാനമായ മൃതസഞ്ജീവനിയുടെ പുതിയ പേര്? കേരള സർക്കാരിൻ്റെ പദ്ധതിയാണല്ലോ, ഇപ്പോഴും ചോദിച്ചല്ലോ, മരണാനന്തര അവയവദാന പദ്ധതി, മൃതസഞ്ജീവനി പദ്ധതി. ഈ ബയോളജിയിലൊക്കെ ചോദിക്കുന്നതല്ലേ, മരണാനന്തര അവയവദാന പദ്ധതി മൃതസഞ്ജീവനി പദ്ധതിയാണ്. മരണാനന്തര അവയവദാന പദ്ധതി മൃതസഞ്ജീവനി പദ്ധതി, കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ്. അതിൻ്റെ പുതിയ പേര് KSOTO, കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് എന്നാണ്. ഓൺലൈൻ മണി ഗെയിമുകൾക്ക് സമ്പൂർണ്ണ നിരോധനത്തിനുള്ള ബില്ലിംഗ് രാഷ്ട്രപതി അംഗീകാരം നൽകിയതെന്ന്. ഓൺലൈൻ മണി ഗെയിമുകൾക്ക് അതിനെ നിരോധിക്കാനുള്ള ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയത് 2025 ഓഗസ്റ്റ് 22നാണ്. 2025 മിസ് യൂണിവേഴ്സ് ഇന്ത്യ കിരീടം ലഭിച്ചത് മതിക വിശ്വകർമ്മയ്ക്കാണ്. ഒഡീഷയിലെ ചാന്ദിപ്പൂർ സംയോജിത പരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച മധ്യദൂര ബാലിസ്റ്റിക് മിസൈൽ അഗ്നി 5 ആണ്. പുതിയ ആദായ നികുതി ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയത് 2025 ഓഗസ്റ്റ് 21നാണ്. പുതിയ ആദായ നികുതി ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയത് 2025 ഓഗസ്റ്റ് 21നാണ്. ഏത് സംസ്ഥാനത്താണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് തുടക്കമിട്ടത്? ബീഹാർ. അതിനുശേഷമാണ് കേരളത്തിൽ വന്നത്. മുഖ്യമന്ത്രി വിശ്വകർമ്മ സമ്മാൻ യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഹരിയാനയാണ്. മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ റെയിൽവേ സ്റ്റേഷൻ്റെ പുനർനാമകരണം, പുതിയ പേര്? മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേര് അഹല്യാനഗർ എന്നാണ്. മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേരെന്താണ്? അഹല്യാനഗർ എന്നാണ്. തീരസംരക്ഷണ സേനയുടെ 2027 5ാമത് ആഗോള ഉച്ചകോടിക്ക് വേദിയാകുന്നത് ചെന്നൈ, ഇന്ത്യ. തീരസംരക്ഷണ സേനയുടെ 2027 5ാമത് ആഗോള ഉച്ചകോടിക്ക് വേദിയാകുന്നത് ചെന്നൈ, ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ കാലാവസ്ഥാ പ്രതിരോധ ഗ്രാമം നിലവിൽ വരുന്നത് കില്ലായി, തമിഴ്നാട്. മണിപ്പൂരിൽ കണ്ടെത്തിയ പുതിയ ഇനം ശുദ്ധജല മത്സ്യം. രാജ്യത്തെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് തമിഴ്നാട്. ഇന്ത്യയിലെ ആദ്യത്തെ കഴുകൻ സംരക്ഷണ പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം ആസാം. കാറ്റാടി വൈദ്യുതി ഉൽപ്പാദനത്തിൽ ഏറ്റവും മുന്നിലെത്തിയ സംസ്ഥാനം ഗുജറാത്ത്. യുദ്ധ കൗശൽ 3.0. അടുത്തിടെ തമിഴ്നാടിൻ്റെ 3ാമത് ജൈവവൈവിധ്യ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചത് ഏലന്തൂർ തടാകം. പൂർണ്ണമായും ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ 32 ബിറ്റ് മൈക്രോ പ്രോസസ്സർ വിക്രം 32. ഗൂഗിളിൻ്റെ ഏറ്റവും വലിയ ഡേറ്റാ സെൻറ്റർ ഇന്ത്യയിൽ നിലവിൽ വരുന്നത് എവിടെ? വിശാഖപട്ടണം. ഇന്ത്യയിലെ നിലവിലെ റാംസാർ സൈറ്റുകളുടെ എണ്ണം 96. 96ാമത്തെ റാംസാർ സൈറ്റാണ് സിലിസേർ തടാകം, രാജസ്ഥാൻ. 96ാമത്തെ റാംസാർ സൈറ്റാണ് സിലിസേർ തടാകം, രാജസ്ഥാൻ. ഇന്ത്യയിലെ നിലവിലെ റാംസാർ സൈറ്റുകളുടെ എണ്ണം 96. 96ാമത്തെ റാംസാർ സൈറ്റാണ് സിലിസേർ തടാകം, രാജസ്ഥാൻ.
രാജസ്ഥാൻ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റാംസാർ സൈറ്റുകളുള്ള സംസ്ഥാനം തമിഴ്നാട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റാംസാർ സൈറ്റുകളുള്ള സംസ്ഥാനം തമിഴ്നാട്, 20 എണ്ണം. കേരളത്തിൽ റാംസാർ സൈറ്റുകളുടെ എണ്ണം, കേരളത്തിൽ നിന്നുള്ള റാംസാർ സൈറ്റുകളുടെ എണ്ണം 3. വേമ്പനാട്ട്, അഷ്ടമുടിക്കായൽ, ശാസ്താംകോട്ടക്കായൽ തണ്ണീർത്തട സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഉടമ്പടിയാണ് റാംസാർ ഉടമ്പടി. 94ാമത് റാംസാർ സൈറ്റ് ഗോഗോബിൽ തടാകം, ബീഹാർ. ഇന്ത്യയിലെ 94ാമത് റാംസാർ സൈറ്റ് ഗോഗോബിൽ തടാകം, ബീഹാർ. പക്ഷേ ഇന്ത്യയിൽ നിലവിലെ റാംസാർ സൈറ്റുകളുടെ എണ്ണം 96. 96ാമത്തെ റാംസാർ സൈറ്റ് സിലിസേർ തടാകം, രാജസ്ഥാൻ. 2025 സെപ്റ്റംബറിൽ ഗുജറാത്ത് തീരത്ത് വെച്ച് തീപിടുത്തമുണ്ടായ ചരക്ക് കപ്പൽ PDA 1381. പുതുക്കിയ GST നിരക്ക് നിലവിൽ വന്നതെന്ന് 2025 സെപ്റ്റംബർ 22. പുതുക്കിയ GST നിരക്ക് നിലവിൽ വന്നത് 2025 സെപ്റ്റംബർ 22. 2027 ഇന്ത്യയുടെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ പ്രവർത്തനം ആരംഭിക്കുന്നത് മുംബൈ അഹമ്മദാബാദ്. 2027 ഇന്ത്യയുടെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ പ്രവർത്തനം ആരംഭിക്കുന്നത് മുംബൈ അഹമ്മദാബാദ്. ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നടത്തിയ നാവിക അഭ്യാസമാണ് കൊങ്കൺ 25? ഇന്ത്യ, UK. ഇന്ത്യയും ഇംഗ്ലണ്ടും. കിഴക്കൻ അന്റാർട്ടിക്കയിൽ ഇന്ത്യ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയ ഗവേഷണ കേന്ദ്രം മൈത്രി 2. മദ്രസ ബോർഡ് നിർത്തലാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. മദ്രസ ബോർഡ് നിർത്തലാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. സവാൽകോട്ട് ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന നദി ചിനാബ്. സവാൽകോട്ട് ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന നദി ചിനാബ്, ജമ്മു കാശ്മീർ. ആർത്തവ അനുമതി, പീരീഡ് ലീവ് പോളിസി 2025 രൂപീകരിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം കർണാടക. പീരീഡ് പോളിസി, ആർത്തവ അവധി പോളിസി 2025 രൂപീകരിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം കർണാടക. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ മൃഗശാല ബന്നാർഘട്ട ബയോളജിക്കൽ പാർക്ക്. ബന്നാർഘട്ട ബയോളജിക്കൽ പാർക്ക്. നമ്മൾ ഇച്ചിരി സ്പീഡിലാണ് പറഞ്ഞ് കാര്യം നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി. നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോകാം. അടുത്ത ടോപ്പിക്ക് CMS 03 LVM-3 M5. ഇന്ത്യയുടെ വാർത്താവിനിമയ ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ചു. ഇന്ത്യയുടെ വാർത്താവിനിമയ ഉപഗ്രഹമാണ് 2025 നവംബർ 2. വിക്ഷേപണ വാഹനം LVM-3 M5. വിക്ഷേപണ വാഹനം LVM-3 M5 ആണ്. ഇന്ത്യയുടെ വാർത്താവിനിമയ ഉപഗ്രഹം CMS 03 വിക്ഷേപിച്ചു 2025 നവംബർ 2. വിക്ഷേപണ വാഹനം LVM-3 M5 ആണ്. രാജ്യത്തെ ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹമാണിത്. ഇന്ത്യയിലെ ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹമാണിത്. ഇന്ത്യയിൽ നിന്ന് ഭൂസ്ഥിര ഭ്രമണപഥത്തിലേക്ക് വിക്ഷേപിക്കുന്ന ഏറ്റവും ഭാരമേറിയ വാർത്താവിനിമയ ഉപഗ്രഹമാണ്. ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിക്കുന്ന ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹമാണിത്. മിഷൻ ഡയറക്ടർ വിക്ടർ ജോസഫാണ്. മലയാളിയായ വിക്ടർ ജോസഫാണ് ഇതിൻ്റെ മിഷൻ ഡയറക്ടർ. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നായിരുന്നു ഇതിൻ്റെ വിക്ഷേപണം. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നായിരുന്നു ഇതിൻ്റെ വിക്ഷേപണം. അടുത്ത NVS 02 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നുള്ള ഇന്ത്യയുടെ 100ാമത്തെ വിക്ഷേപണമാണ്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നുള്ള ഇന്ത്യയുടെ 100ാമത്തെ വിക്ഷേപണമാണ് NVS 2. ഗതിനിർണയ സംവിധാനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഉപഗ്രഹം വിക്ഷേപിച്ചത്. വിക്ഷേപണ വാഹനം GSLV F-19. വിക്ഷേപണ വാഹനം GSLV F-19 ആണ്. വിക്ഷേപണ തീയതി 2025 ജനുവരി 9. ഇവിടെ നമുക്ക് നോക്കാം. ഭാരതീയ ന്യായ സംഹിത IPCക്ക് പകരം ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത CRPCക്ക് പകരം ഭാരതീയ സാക്ഷി അധിനിയം എവിഡൻസ് ആക്ടിന് പകരം ഭാരതീയ ന്യായ സംഹിതയും ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയും ഭാരതീയ സാക്ഷി അധിനിയവും പ്രാബല്യത്തിൽ വന്നത് 2024 ജൂലൈ 1. അന്നേരം ഭാരതീയ ന്യായ സംഹിതയും ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയും ഭാരതീയ സാക്ഷി അധിനിയവും പ്രാബല്യത്തിൽ വന്നത് 2024 ജൂലൈ 1 പ്രാബല്യത്തിൽ വന്നത്. ബിൽ അവതരിപ്പിച്ചത് അമിത്ഷായാണ്.
ലോക്സഭ അംഗീകരിച്ചത് 2023 ഡിസംബർ 20-നാണ്. ഈ ബില്ല് ലോക്സഭ അംഗീകരിച്ചത് 2023 ഡിസംബർ 20-നും രാജ്യസഭ അംഗീകരിച്ചത് ലോക്സഭ അംഗീകരിച്ചത് 2023 ഡിസംബർ 20-ന്, രാജ്യസഭ അംഗീകരിച്ചത് 2023 ഡിസംബർ 21-ന്. ബില്ലിൽ പ്രസിഡന്റ് അംഗീകരിച്ചത് 2023 ഡിസംബർ 25. ബില്ല് പ്രസിഡന്റ് അംഗീകരിച്ചത് 2023 ഡിസംബർ 25. അങ്ങനെ ഭാരതീയ ന്യായ സംഹിത IPCക്ക് പകരം, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത CRPCക്ക് പകരം, ഭാരതീയ സാക്ഷി അധിനിയം എവിഡൻസ് ആക്ടിന് പകരം ഈ ബില്ല് അവതരിപ്പിച്ച അമിത്ഷായാണ്. പക്ഷേ ഈ മൂന്നെണ്ണവും ഭാരതീയ ന്യായ സംഹിതയും സുരക്ഷാ സംഹിതയൊക്കെ പ്രാബല്യത്തിൽ വന്നത് 2024 ജൂലൈ 1-ന്. ലോക്സഭ അംഗീകരിച്ചത് 2023 ഡിസംബർ 20, രാജ്യസഭ അംഗീകരിച്ചത് 2023 ഡിസംബർ 21, പ്രസിഡന്റ് അംഗീകരിച്ചത് 2023 ഡിസംബർ 25-നാണ് പ്രസിഡന്റ് അംഗീകരിച്ചത്. നമുക്ക് വീണ്ടും അടുത്തതിലേക്ക് പോകാം. വഖഫ് ഭേദഗതി ബില്ല്. 1995 വഖഫ് നിയമം ഭേദഗതി ചെയ്യുന്ന ബില്ലാണിത്. ലോക്സഭ അംഗീകരിച്ചത് 2025 ഏപ്രിൽ 3-ന്, രാജ്യസഭ അംഗീകരിച്ചത് 2025 ഏപ്രിൽ 4-ന്. വഖഫ് ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം കൊടുത്തത് 2025 ഏപ്രിൽ 5-ന്. 2025 ഏപ്രിൽ 5-നാണ് രാഷ്ട്രപതി അംഗീകാരം കൊടുത്തത്. അടുത്ത ഒരു രാജ്യം ഒരു ഇലക്ഷൻ ലോക്സഭയിൽ അവതരിപ്പിച്ചത് 2024 ഡിസംബർ 17-ന്. ലോക്സഭയിൽ അവതരിപ്പിച്ചത് 2024 ഡിസംബർ 17-ന് 129-ാം ഭരണഘടനാ ഭേദഗതി ബില്ലായിട്ടാണ് ഇത് അവതരിപ്പിച്ചത്. അതായത് 129-ാം ഭരണഘടനാ ഭേദഗതി ബില്ല് ഒരു രാജ്യം ഒരു ഇലക്ഷൻ ബില്ല് അവതരിപ്പിച്ചത് അർജുൻ റാം മേഘ്വാളാണ്. ഓക്കെ താങ്ക് യു. നമുക്കിതിൻ്റെ കറണ്ട് അഫയേഴ്സിൻ്റെ ലാസ്റ്റ് പാർട്ടിലേക്ക് പോവാം. വനിതാ ലോകകപ്പ് 2025 ഏകദിന വനിതാ ലോകകപ്പ് ഇന്ത്യക്ക് ലഭിച്ചു. 2025 ഏകദിന വനിതാ ലോകകപ്പ് ഇന്ത്യക്ക് ലഭിച്ചു. ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ദക്ഷിണാഫ്രിക്കയാണ്. ആദ്യമായിട്ടാണ് ഏകദിന വനിതാ ലോകകപ്പിൽ ഇന്ത്യ കിരീടം നേടുന്നത്. ഇന്ത്യയുടെ ഷെഫാലി വർമ്മ ഫൈനലിലെ താരമായി. ഹർമൻപ്രീത് കൗറാണ് ഇന്ത്യയെ നയിച്ചത്. ഇനി കുറച്ച് എക്സ്പെക്റ്റഡ് ചോദ്യവും കൂടെ. 2025 സമാധാന നോബൽ മറിയ കൊറീന മച്ചാഡോയ്ക്ക്, വെനിസ്വേലയിലെ പ്രതിപക്ഷ നേതാവും മനുഷ്യാവകാശ പ്രവർത്തകയുമാണ് മറിയ കൊറീന മച്ചാഡോ. 2025 സമാധാന നോബൽ മറിയ കൊറീന മച്ചാഡോ. 2024 യൂറോപ്യൻ യൂണിയൻ്റെ മനുഷ്യാവകാശ പുരസ്കാരവും മറിയ കൊറീന മച്ചാഡോയ്ക്ക് ലഭിച്ചു. 2025 സാഹിത്യ നോബൽ ലഭിച്ചത് ലാസ്ലോ ക്രാസ്ന ഹോർക്കയ്ക്കാണ്. UN സ്വതന്ത്ര അന്വേഷണ കമ്മീഷൻ്റെ അധ്യക്ഷനായി നിയമിച്ചത് ഡോക്ടർ എസ് മുരളീധറാണ്. ഇന്ത്യക്കാരനാണ്. പാലസ്തീൻ, ഇസ്രായേലിലെ മനുഷ്യാവകാശ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കുന്ന കമ്മിറ്റിയാണ്. കാഴ്ച പരിമിതർക്കുള്ള 2020 ക്രിക്കറ്റ് ലോകകപ്പ് നേടിയത് ഇന്ത്യയാണ്. നേപ്പാളിനെയാണ് പരാജയപ്പെടുത്തിയത്. മാക്സസെ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യൻ സംഘടന എഡ്യൂക്കേറ്റഡ് ഗേൾസ് ഫൗണ്ടേഷനാണ്. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സാക്ഷരത നേടിയ സംസ്ഥാനം കേരളമാണ്. കേരളമാണ്. ഇന്ത്യയിലെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം കേരളമാണ്. 2025 നവംബർ 1-നാണ് ഇന്ത്യയിലെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചത്. അന്നേരം നമ്മൾ ഇച്ചിരി വേഗത്തിലാണ് എടുത്തത് എല്ലാ ക്ലാസ്സും. പക്ഷേ എക്സാം അടുത്തതായതുകൊണ്ടാണ് പെട്ടെന്ന് എടുത്തത്. അന്നേരം ഓക്കെ, താങ്ക് യു.